അതുകൊണ്ട് തന്നെ സകാത്തിന്റെ ഈ ഷർത്തുകളും ഫർളുകളും സമയങ്ങളും പാലിക്കപ്പെടാതെ പോയാൽ ബാക്കി എത്ര പാവപ്പെട്ടൊരു പൈസ കൊടുത്താലും സകാത്ത് കൂടൂല എന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ. രണ്ടാമത്തെ വിഷയം, സകാത്തിന്റെ അടിസ്ഥാനപരമാകുന്ന ലക്ഷ്യം പാവപ്പെട്ടവരെ സംരക്ഷിക്കലല്ല. അങ്ങനെ ഒരു ധാരണ മൊത്തത്തിൽ പാവങ്ങളെ സംരക്ഷിക്കാനുള്ള ഇസ്ലാമിൽ ഒരു ഒറ്റമൂലിയാണ് സകാത്ത് എന്നൊരു ധാരണ ജനങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്. പാവങ്ങളെ സംരക്ഷിക്കുന്ന ചില ഭാഗങ്ങളൊക്കെ അതിലുണ്ട്, പക്ഷെ പാവങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ച ഒരു ഒറ്റമൂലി അല്ല സകാത്ത്. അതിന് വേറെ ഏർപ്പാടുണ്ട്, ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. സകാത്തിനും കുറെ ഷർത്തുകളും ഫർളുകളും ഒക്കെ ഉണ്ട്. അതനുസരിച്ച് കൊണ്ട് കൊടുത്തെങ്കിൽ മാത്രമേ സകാത്ത് ശരിയാവുള്ളൂ. എന്നാൽ സകാത്തിനെ കുറിച്ച് സമൂഹത്തിന്റെ ഇടയിൽ മൊത്തത്തിൽ ഒരു തെറ്റായ ധാരണ ഉണ്ട്. അത് പാവപ്പെട്ട ആളുകളെ സംരക്ഷിക്കാൻ മുതലാളിമാർ കൊടുക്കുന്ന ഒരു ഏർപ്പാട്. അപ്പൊ എങ്ങനെങ്കിലും ആ പാവപ്പെട്ടവന് ഉപകരിക്കുന്നത് പോലെ നമ്മൾ ഈ സമ്പത്താണ് കൊടുത്താൽ സകാത്ത് പിടി. ഇനി പാവപ്പെട്ടവനെ നമുക്ക് രക്ഷിക്കാൻ എന്താണോ മാർഗം, അതിന് പറ്റുന്ന രൂപത്തിൽ വീടുണ്ടാക്കി കൊടുക്കേ, വണ്ടി വാങ്ങി കൊടുക്കേ, അല്ലെങ്കിൽ ചികിത്സ കിടക്കുന്ന ആൾ കുറച്ച് മരുന്ന് വാങ്ങി കൊടുക്കേ, എന്തെങ്കിലുമൊക്കെ പാവങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു ഏർപ്പാട് ചെയ്താൽ മതി. എന്നാൽ സകാത്ത് കൂടുമെന്നൊരു ധാരണയാണ്. സകാത്തിന് നിസ്കാരത്തിന് ഷർത്തും ഫർളും പാലിക്കുന്നത് പോലെ, നോമ്പിന് ഷർത്തും ഫർളും പാലിക്കുന്നത് പോലെ സകാത്തിന് ഷർത്തും ഫർളും പാലിക്കണമെന്ന ചിന്തയിൽ നിന്ന് സമൂഹം ഇന്ന് അകന്നുപോയി. നിസ്കാരം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിസ്കാരമാണെങ്കിൽ നമുക്കിപ്പോ ഉദാഹരണത്തിന് അള്ളാഹ്ക്ക് വഴിപ്പെടാൻ, അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഇബാദത്താണല്ലോ നിസ്കാരം. ആ നിസ്കാരം ഇപ്പൊ നമ്മൾ ഇപ്പൊ ചിന്തിക്കുകയാണെങ്കിൽ ഇന്നത്തെ ചിലപ്പോ ബിസിനസ്സും കച്ചവടമൊക്കെയുള്ള ആളുകൾക്ക് നിസ്കാരത്തിന് ഏറ്റവും നല്ല സൗകര്യപ്പെട്ട സമയം ചിലപ്പോൾ രാവിലെ ഇരിക്കും. കാരണം ഉച്ചക്ക് ഭയങ്കര തിരക്കായിരിക്കും, കച്ചവടത്തിനൊക്കെ തിരക്കിന്റെ ഇടയിൽ പോയി നിസ്കരിക്കണം. അത് വലിയ റിസ്കുകളാണ്. സ്കൂളിലാണെങ്കിൽ പരീക്ഷ ആയിരിക്കും ചിലപ്പോ, അല്ലെങ്കിൽ അധ്യാപന സമയത്തായിരിക്കും, വളരെ കുടുസായ സമയങ്ങളായിരിക്കും. എന്നാൽ രാവിലെ ഒരു 2-3 മണിക്കൂർ സുബഹിക്ക് ഫുള്ള് ഒഴിവായിരിക്കും. അപ്പൊ നമ്മൾ നിസ്കാരത്തെ അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന ഏർപ്പാടാണല്ലോ. അതുകൊണ്ട് നമ്മൾ നിസ്കാരത്തെ ഒന്ന് നമുക്ക് റാഹത്തായി വൃത്തിയായിട്ട് അള്ളാഹ്ക്ക് വഴിപ്പെടാൻ പറ്റിയൊരു സമയം എന്ന നിലയ്ക്ക് രാവിലെ ഒരു 10 റക്അത്ത് ഉഷാറാക്കിയിട്ട് നിസ്കരിച്ചിട്ട് പിന്നെ നമ്മൾ ളുഹുർ അസറിനെ ഒഴിവാക്കാൻ പറ്റും? അത് പറ്റൂല. അത് ളുഹുറിന്റെ നേരത്തെ തന്നെ ളുഹുർ നിസ്കരിക്കണം, അസറിന്റെ നേരത്തെ തന്നെ അസർ നിസ്കരിക്കണം, സുബഹിക്ക് 2 തന്നെ പറ്റുള്ളൂ. എന്നതുപോലെ സകാത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് പാവപ്പെട്ടവരെ സംരക്ഷിക്കാനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ഒരു ഏർപ്പാട് നമ്മൾ രൂപം കണ്ടുപിടിക്കാൻ പറ്റൂല. ഇതിനും സമയവും സന്ദർഭവും അതുപോലെ തന്നെ ഷർത്തുകളും ഫർളുകളും ഒക്കെ സകാത്തിനുണ്ട്, ഹജ്ജിനുണ്ട്, നോമ്പിനുണ്ട്. സകാത്ത് മാത്രം ഇങ്ങനെ പൈസ കൊടുത്താൽ മതി എന്നുള്ള ഏർപ്പാട് നമ്മൾ ഒഴിവാക്കണം. അതാണ് ഒന്നാമത് അടിത്തറയായിട്ട് പറയാനുള്ളത്. ഇബാദത്തുകൾ 2 രൂപത്തിലുണ്ട് ഇസ്ലാമിൽ. ഒന്ന് കൃത്യമായ രൂപവും ഭാവവും ഒക്കെ നിർണയിക്കപ്പെട്ട ഇബാദത്ത്, ഒന്ന് അതൊന്നുമില്ലാത്ത ഇബാദത്ത്. ഇപ്പൊ ഇൽമു പഠിപ്പിച്ചു കൊടുക്കാണ്, ഒരു ഇൽമു പറഞ്ഞു കൊടുക്കാന് അതിന് രൂപഭാവമൊന്നുമില്ല, അത് സമയമില്ല, നമുക്ക് ഒഴിവുള്ള നേരത്തൊക്കെ പറഞ്ഞു കൊടുക്കാം. ഇത് വലിയൊരു ഇബാദത്താണ്, ഏറ്റവും വലിയ ഇബാദത്താണ് ഇൽമു പറഞ്ഞു കൊടുക്കാന്നുള്ളത്. ഫൈനൽ ഇസ്തിഖാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വആഅത്ത് വഅൗലാ മാ ഉൻഫിഖത് ഫീ നഫായിസിൽ ഓഖാത്തൊക്കെ റഹിമാൻ പറഞ്ഞേക്കണം. ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് ഇൽമായിട്ട് സ്വലാകുന്നത്. പക്ഷെ അതിനിങ്ങനെ ഒതുണ്ടായിരിക്കണമെന്നോ, പള്ളിയിലായിരിക്കണമെന്നോ, അല്ലെങ്കിൽ അതിന് ഇന്ന മാസത്തിലായിരിക്കണമെന്നോ, ഇത്ര പഠിക്കണമെന്നോ അങ്ങനെ ഒരു കണക്കൊന്നും അതിനില്ല. നമുക്ക് എത്തിരി പറഞ്ഞു കൊടുക്കാം. മദ്രസ ഉണ്ടായി, പണ്ട് മദ്രസ ഇല്ലായിരുന്നു, പുതിയ രൂപം ഉണ്ടാക്കി നമ്മൾ. ഇനി ദർസുകൾ വന്നു, അറബി കോളേജുകൾ വന്നു, അങ്ങനെ പലതും വന്നു. ഇതൊക്കെ ഇൽമിൽ നമുക്ക് പുതിയ, കാരണം രൂപം ഭാവമില്ല. നിസ്കാരം അങ്ങനെയല്ല, നിസ്കാരത്തിന് സമയമുണ്ട്, രൂപമുണ്ട്, ഷർത്തുണ്ട്, ഫർളുണ്ട്, അങ്ങനെ കൊണ്ട്. എന്നാൽ സകാത്തിന് ഇതുപോലെ ഷർത്തും ഫർളും ഒക്കെ ഉള്ള ഒന്നാണ് സകാത്ത്. അതുകൊണ്ട് തന്നെ സകാത്തിന്റെ ഈ ഷർത്തുകളും ഫർളുകളും സമയങ്ങളും പാലിക്കപ്പെടാതെ പോയാൽ ബാക്കി എത്ര പാവപ്പെട്ടൊരു പൈസ കൊടുത്താലും സകാത്ത് കൂടൂല എന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ. ഈ രണ്ടാമത്തെ വിഷയം ഒരു പോയിന്റാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ വിഷയം, സകാത്തിന്റെ അടിസ്ഥാനപരമാകുന്ന ലക്ഷ്യം പാവപ്പെട്ടവരെ സംരക്ഷിക്കലല്ല. അങ്ങനെ ഒരു ധാരണ മൊത്തത്തിൽ പാവങ്ങളെ സംരക്ഷിക്കാനുള്ള ഇസ്ലാമിൽ ഒരു ഒറ്റമൂലിയാണ് സകാത്ത് എന്നൊരു ധാരണ ജനങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്. പാവങ്ങളെ സംരക്ഷിക്കുന്ന ചില ഭാഗങ്ങളൊക്കെ അതിലുണ്ട്, പക്ഷെ പാവങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ച ഒരു ഒറ്റമൂലി അല്ല സകാത്ത്. അതിന് വേറെ ഏർപ്പാടുണ്ട്, ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. സകാത്ത് എന്തുകൊണ്ടാണ് പാവങ്ങളെ സംരക്ഷിക്കാനുള്ള മാർഗം അല്ല എന്ന് പറയാനുള്ള വിഷയം, സകാത്തിൽ ചില പാവങ്ങളെ സംരക്ഷിക്കലുണ്ട് കേട്ടോ, അത് പിന്നീട് പറയും. ഒന്ന്, സകാത്ത് എന്ന് പറയുന്നത്
പറയുന്നതിന് വർഷം തികയണല്ലോ, അപ്പോഴല്ലേ സക്കാത്ത് കൊടുക്കുക. വർഷം തികയാതെ സക്കാത്ത് കൊടുക്കുക എന്നുള്ളതിന് നിധിക്ക് മാത്രം, നിധി കനി ഇത് രണ്ടിനും സക്കാത്ത് ഉണ്ട്. അതിന് വർഷം തികയേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളതിനൊക്കെ ഒരു വർഷത്തിലാണ് സക്കാത്ത് കൊടുക്കുക. ഒരാളൊരു കച്ചവടം തുടങ്ങിയിട്ട് നാട്ടിൽ ഒരു 6 മാസമായി. അപ്പൊ നാട്ടിലൊരാൾക്ക് പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ മെഡിക്കൽ കോളേജിൽ വിധിക്കപ്പെട്ടു. അപ്പൊ അയാൾ പറഞ്ഞു ആൾക്ക് പൈസ ഇല്ല. ഒരു മുതലാളിന്റെ അടുത്ത് മുതലാളി പറഞ്ഞു, ഇന്റെ കച്ചവടം തുടങ്ങിയിട്ട് 6 മാസമായിട്ടുള്ളൂ, ഇനി ഒരു 6 മാസം കൊണ്ട് കഴിഞ്ഞിട്ട് സക്കാത്ത് തരാന്ന് പറഞ്ഞാൽ ഇയാള് ചികിത്സ നടക്കൂ. ഇയാള് ചികിത്സക്ക് ഇപ്പൊ പൈസ ഇട്ടണ്ടേ? പിന്നെ ഈ പാവപ്പെട്ടവനെ രോഗിനെ സംരക്ഷിക്കാനുള്ള മാർഗം എങ്ങനെയാണ് സക്കാത്താകുക? സക്കാത്ത് കൊല്ലം കഴിയുമ്പോഴേ കൊടുക്കേണ്ടി ഉള്ളൂ. പല മുതലാളിമാരും സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ല. പല പാവപ്പെട്ട കടക്കാരായ ആളുകളും സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായവരാണ് താനും. ഒരാളൊരു 10 ലക്ഷം റുപ്യ കടം വാങ്ങിക്കൊള്ളുന്ന ഒരു കച്ചവടം തുടങ്ങി. ആ 10 ലക്ഷം കടാൻ, എന്നാലും അയാൾ കൊല്ലം കഴിയുമ്പോൾ അതിന് സക്കാത്ത് കൊടുക്കണം. ഒരാൾ റബ്ബർ തോട്ടമുള്ള ആളാണ്. അയാൾക്ക് റബ്ബർ തോട്ടത്തിൽ മാസത്തിൽ 3 ലക്ഷം 4 ലക്ഷം വരുമാനമുണ്ട്. അതങ്ങനെ അയാൾ ചെലവാക്കി പോകണ്ട്. അയാൾക്ക് മാസം അയാൾ സക്കാത്ത് കൊടുക്കണ്ട, കാരണം റബ്ബർ സക്കാത്ത് ഇല്ല. എന്നാൽ 10 ലക്ഷം കടം വാങ്ങിക്കൂടാ ഈ സാധു സക്കാത്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പൊ എങ്ങനെ ഈ മുതലാളി പാവപ്പെട്ടവനെ സംരക്ഷിക്കാനുള്ള മാർഗം സക്കാത്ത്? മുതലാളി പാവപ്പെട്ടവനെ സംരക്ഷിക്കാനുള്ള മാർഗം അല്ല സക്കാത്ത്. ഇനി സക്കാത്തിന്റെ അവകാശികൾ എടുത്ത് പരിശോധിച്ചാൽ 8 അവകാശികളുണ്ട്. അതിൽ ഫക്കീർ മിസ്കീൻ എന്ന് പറയുന്ന 2 വിഭാഗം വെച്ച് ആക്കി 6 മുതലാളിമാർ സക്കാത്ത് വാങ്ങാനുള്ള അവകാശികളായിട്ട് വരും. ചിലപ്പോക്കെ മുതലാളിമാർ സക്കാത്ത് വാങ്ങാനുള്ള അവകാശികളായിട്ട് വരും. ഫക്കീറിലും മിസ്കീനും വരൂല. ബാക്കിയുള്ളതിലൊക്കെ മുതലാളിമാർ ചിലപ്പോൾ സക്കാത്ത് വാങ്ങേണ്ട അവകാശികളായിട്ട് വരും. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് കാരണങ്ങളെ കൊണ്ട് പാവപ്പെട്ടവനെ സംരക്ഷിക്കാനുള്ള ഒരു മാർഗമാണ് സക്കാത്ത് എന്ന തെറ്റായ ധാരണ നമ്മൾ എടുത്തു കളയണം. സക്കാത്ത് ഒരു ഇബാദത്താണ്. നിസ്കാരം പോലെ, നോമ്പ് പോലെ, ഹജ്ജ് പോലെ ഒരു ഇബാദത്താണ് സക്കാത്ത്. ഇതാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോ ഈ സക്കാത്ത് നിസ്കാരത്തിനെയും നോമ്പിനെയും ഹജ്ജിനെയും പോലെ സക്കാത്തിനും കുറെ സർത്തുകളും ഫർദുകളും ഒക്കെ ഉണ്ട്. അതനുസരിച്ചുകൊണ്ട് ചെയ്യേണ്ട ഇബാദത്താണ്. അതിന്റെ ഇടയിൽ കുറെ പാവപ്പെട്ടവർക്ക് ഉപകാരമൊക്കെ കിട്ടും. പാവപ്പെട്ടവർക്ക് അത്ര ഉപകാരം കിട്ടുന്നത് ശരിയാണ്. ഞാൻ സാധാരണ ഒരു ഉദാഹരണം പറയണത്, നമ്മളൊരു വീടുണ്ടാക്കുമ്പോ വീടിന്റെ അടുക്കളയിൽ ഒരു സിങ്ക് വെക്കും. ഇതിലെ വേസ്റ്റ് വെള്ളം പോകാൻ ഒരു സിങ്ക് വെക്കാറുണ്ട്. ഈ സിങ്ക് വെക്കണ എന്തിനാ? അടുക്കളയിലെ വേസ്റ്റ് വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വെക്കുമ്പോ ഏതായാലും വെള്ളം പോലെ നമ്മൾ അതിന്റെ പൈപ്പിന്റെ തല കൊണ്ടുപോയിട്ട് തെങ്ങിന്റെ മറ്റു കണ്ട് വെച്ചു കൊടുക്കും. എന്തിനാണ്? തെങ്ങ് നന്നോട്ടെ. പക്ഷെ ഈ സിങ്ക് വെച്ചത് തെങ്ങ് നനക്കാനല്ല, സിങ്ക് വെച്ചത് അടുക്കളയിലെ വേസ്റ്റ് വെള്ളം പോകാനാ. ഏതായാലും പോകുമ്പോ അത് തെങ്ങിനായിക്കോട്ടെ വിചാരിച്ച് തെങ്ങിന്റെ പറ്റയ്ക്ക് വെച്ചതാണ്. ചിലപ്പോ തെങ്ങിന് ആവശ്യമില്ല, ഞാൻ ചിലപ്പോ വേറെ എടുക്കാൻ ആവശ്യമെങ്കിൽ അങ്ങനെ ആവും, അല്ലെങ്കിൽ ഇവിടെ വേസ്റ്റ് കുഴി ഉണ്ടാക്കിയിട്ട് അയക്കാണ് വിടും. അത് പക്ഷെ സിങ്ക് മാറ്റാൻ പറ്റില്ല. ഇപ്പൊ അവസ്ഥ കുറച്ച് തെങ്ങ് നനക്കാൻ വേണ്ടി സിങ്ക് പൊളിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ആൾക്കാരുള്ളത്. വേസ്റ്റ് വെള്ളം പോകലാണ് സക്കാത്തിന്റെ പരിപാടി. അഥവാ നമ്മുടെ വേസ്റ്റ് ഒഴിവാക്കുക. സക്കാത്ത് ശുദ്ധീകരണമാണ്. മുതലിനെ ചില പ്രത്യേക മുതലുകളെ ശുദ്ധീകരിക്കുക. അതുപോലെ തന്നെ പിതൃ സക്കാത്ത് ശരീരത്തിനെ ശുദ്ധീകരിക്കുക. അങ്ങനെ ശുദ്ധീകരണത്തിന് വേണ്ടി വെച്ച ഒന്നാണ് സക്കാത്ത്. അല്ലാതെ അവിടെ നനക്കാൻ വേണ്ടി വെച്ചതല്ല. പിന്നെ ഏതായാലും വെച്ചപ്പോ അത് പാവപ്പെട്ട പോലെ വെച്ചു കൊടുത്തിട്ടുണ്ട്, കുറച്ച് അവർക്ക് ഉപകാരം കിട്ടിയോട്ടെ വെച്ചിട്ട് അതൊക്കെയാണ്. പക്ഷെ വെച്ചത് അതിന് വേണ്ടിയല്ല, സിങ്ക് വെച്ചത് വേസ്റ്റ് വെള്ളം പോകാനാണ് എന്നതുപോലെയാണ് സക്കാത്ത്. ഒരു ഇബാദത്താണ്, നമ്മളെ ശുദ്ധീകരണത്തിന് വേണ്ടി വെച്ച ഇബാദത്താണ്. അതിൽ ഒരു മാറ്റം വരുത്തിയിട്ട് തെങ്ങ് നനക്കണ ഏർപ്പാടുക്ക് പോകാൻ പറ്റൂല. ഇതിവിടെ ക്ലിയർ ആയിട്ട് പിന്നെ തെങ്ങ് നനക്കണമൊക്കെ നമുക്ക് ആലോചിക്കാവുന്നതാണ്. അത്രേ സക്കാത്തിൽ പറ്റുള്ളൂ. അതിനാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. അപ്പൊ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. അത് പാവങ്ങളെ സംരക്ഷിക്കാനുള്ള. അപ്പൊ പിന്നെ പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ ഇസ്ലാമിൽ ഒരു മാർഗമല്ലേ? ഉണ്ട്. ഇസ്ലാമിൽ കൃത്യമായ മാർഗം അതിന് നമ്മുടെ ഫിഖഹിന്റെ കിതാബുകളൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ മാർഗത്തിനെ ഒന്നുകിൽ അറിയാതെ അല്ലെങ്കിൽ ഏതോ കുറച്ച് മുതലാളിമാരോ അല്ലെങ്കിൽ ഏതോ മൂല്യമാരോ നടത്തിയ ഒരു തട്ടിപ്പിന്റെ ഭാഗമായിട്ട് ഇത് രണ്ടും കൂടി ഒന്നാക്കി മാറ്റി. ഇത് രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണ്. പാവങ്ങളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ റിലീഫ് പ്രവർത്തനം എന്നറിയില്ല, നമ്മൾ പല റിലീഫ് നടത്തുന്നുണ്ടല്ലോ. ഈ റിലീഫ് പ്രവർത്തനം എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ്. പല സമയത്തിലും അതിന് സമയമില്ല, അതിന് കൊല്ലല്ല, അതിന്
അതിനെ ഇന്ന സ്വത്തൊന്നുമില്ല, ഏത് സ്വത്തുമാകാം. അത് സക്കാത്ത് അത് പിന്നെ റബ്ബർ തോട്ടമുള്ളവരും തെങ്ങും തോട്ടമുള്ളവരും എല്ലാരും കൊടുക്കേണ്ടി വരും. മാഷന്മാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാരും കൊടുക്കേണ്ടി വരും. ഒരു നാട്ടിലൊരു പാവപ്പെട്ട മനുഷ്യനുണ്ടെങ്കിൽ അയാൾക്ക് വീട് വെക്കാൻ കഴിയില്ലെങ്കിൽ ആ നാട്ടിലെ മയാസുറുൽ മുസ്ലിമീൻ അഗ്നിയ ആകുന്ന ആളുകൾ, ആ നാട്ടിലെ കഴിവുള്ള ആളുകൾക്ക് അയാൾക്ക് വീട് വെച്ചു കൊടുക്കൽ നിർബന്ധമാണ്. അതിന് കൊല്ലക്കണക്കില്ല, അതിന് മാസക്കണക്കില്ല, അതിന് ഇന്ന സ്വത്തൊന്നുമില്ല, അതിന് 2% കണക്കൊന്നുമില്ല. ഓന് വീട് വെക്കാൻ എന്താ വേണ്ടി ആ നാട്ടിലെ മലയാളിമാർ കൊടുത്തോളാം, നിർബന്ധമാണ്. ഒരാൾ രോഗിയാണ്, ആ രോഗിക്ക് ചികിത്സിക്കാൻ പൈസ ഇല്ലെങ്കിൽ ആ നാട്ടിലെ മുതലാളിമാർക്ക് അത് കൊടുക്കൽ നിർബന്ധമാണ്. അത് വേറെ നിർബന്ധമാണ്, സക്കാത്തല്ല. അതൊന്നും കൂടി കൂട്ടിക്കയച്ച് രണ്ടും കൂടി ഒന്നാക്കല്ല. സക്കാത്തിന്റെ സ്വത്ത് ഒരു ഫണ്ട് ഉണ്ടാക്കിയിട്ട് ആ റിലീഫ് കിട്ടിക്കുക, എന്നിട്ട് രോഗികൾ വരുമ്പോൾ ചികിത്സക്ക് എടുത്തു കൊടുക്കുക. അതല്ലെങ്കിൽ പാവപ്പെട്ട വീടില്ലാത്തവന് വീണ്ടാക്കി കൊടുക്കുക, അങ്ങനല്ല. അത് വേറെ നിർബന്ധമാണ്. ആ നിർബന്ധത്തിനെയും ഈ നിർബന്ധത്തിനെയും ഒന്നാക്കി കൂട്ടിക്കണിക്കാൻ പാടില്ല. അത് വേറെയാണ്, ഇത് വേറെയാണ്. ഇത് നമ്മുടെ തൂഫ, നിഹായ തുടങ്ങിയുള്ള എല്ലാ ഫിഖിന്റെ കിതാബുകളിലും പറഞ്ഞ നിർബന്ധമാണ്. പാവപ്പെട്ട ഒരാൾക്ക് വീട് വെക്കാൻ പൈസ അല്ലെങ്കിൽ ഓന് വീട് വെച്ചു കൊടുക്കണം, ചികിത്സക്ക് പൈസ വെച്ചു കൊടുക്കണം. അതിൽ മുസ്ലിം അമുസ്ലിം എന്ന് കണക്കില്ല. ഒരു കാഫ്രായ ഒരു മനുഷ്യൻ, നമ്മുടെ നാട്ടിൽ ഒരു പാവപ്പെട്ട ഒരു കാഫ്രായ മനുഷ്യണ്ട്, അയാൾക്ക് വീട് വെക്കാൻ പൈസ, ചികിത്സ രോഗത്തിന് പൈസ ഇല്ല. നാട്ടിലെ മുസ്ലിങ്ങൾ ആ പൈസക്കാർ അവൻ ചികിത്സിച്ചോളം നിർബന്ധമാണ്. അത് നമ്മൾ അതിൽ മുസ്ലിം സക്കാത്ത് മുസ്ലിമൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. സക്കാത്ത് പാവപ്പെട്ട തങ്ങന്മാർക്ക് കൊടുക്കാൻ പറ്റില്ല. ഒരു പാവപ്പെട്ട ഒരു തങ്ങൾ നാട്ടിലുണ്ട്, അയാൾക്ക് സക്കാത്ത് വാങ്ങാൻ പറ്റില്ല. എന്താ ചെയ്യാ? സക്കാത്ത് തങ്ങന്മാർക്ക് കൊടുക്കാൻ പറ്റില്ല, അതിന്റെ നിയമം. പക്ഷെ അവർക്ക് കൊടുക്കേണ്ടത് എന്താണ്? ഈ നിയമം എല്ലാവർക്കും കൊടുത്തോളാം. ഇതാണ് നമ്മൾ റിലീഫ് എന്ന് പറഞ്ഞ പേരിൽ നടത്തുന്നത്. ഇത് നിർബന്ധമായ ബാധ്യതയാണ് നാട്ടിലെ മുതലാളിമാർക്ക്. മുതലാളി ആണ് ആരാണ്? മുതലാളി. ഈ വിഷയത്തിൽ പല വിഷയത്തിലും മുതലാളിമാരുടെ നിയമ വ്യത്യാസം കേട്ടോ. ഇവിടുത്തെ നിയമം അഥവാ ഞാൻ ഈ പറഞ്ഞ റിലീഫ് നടത്തേണ്ട നിയമമുള്ള മുതലാളി ഉണ്ടല്ലോ, ആ മുതലാളി എന്ന് പറഞ്ഞാൽ അയാൾക്കും അയാൾ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്കും ഒരു വർഷത്തിന് തികയുന്നത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരൊക്കെ ഇതിന് ബാധ്യസ്ഥരാണ്. ഒരു വർഷം അയാൾക്കും അയാൾ ചെലവ് കൊടുക്കാൻ ആവശ്യമാകുന്ന ആളുകൾക്ക് എന്തൊക്കെ വേണോ അതൊക്കെ കഴിഞ്ഞാട്ട് ബാക്കി സ്വത്തുള്ള ആള്, കുറെ ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്, ആ ഭൂമി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയാൾക്കും മക്കൾക്കും ചെലവൊക്കെ കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞാലും പൈസ ബാക്കി ഉണ്ടാവും. എന്നാൽ നിർബന്ധമായും അയാൾ ഈ കൊടുക്കേണ്ട ആളായി മാറി. ഇത് വേറൊരു നിയമമാണ്. ഇത് നമ്മളെ കിതാബുകളിലൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന് നേരത്തെ പറഞ്ഞ എന്തില്ല? ശർത്ത് ഫർള് സമയമൊന്നുമില്ല. നേരത്തെ നമ്മൾ ഇൽമു പഠിപ്പിച്ചൊരിക്കൽ പറഞ്ഞില്ലേ, ഇൽമു പഠിപ്പിച്ചൊരിക്കൽ ഇബാദത്താണ്. പക്ഷെ ആ ഇബാദത്തിന് എന്തില്ല? അതിന് സമയമോ സ്ഥലമോ രൂപമൊന്നുമില്ല. അപ്പൊ നമ്മൾ മദ്രസ ഉണ്ടാക്കുക, അറബി കോളേജ് സമയം ഉണ്ടാക്കുക, കിതാബ് മാത്രം ഓതി കൊടുക്കുക, പള്ളിയിൽ നിന്ന് തീർച്ചെടുത്താ എങ്ങനെ നടത്താം? വലിയ ഇബാദത്താണ്, പക്ഷെ അതിന് രൂപഭാവമൊന്നുമില്ല. അതുപോലെ വലിയൊരു ഇബാദത്താണ് ഇത്, പക്ഷെ ഇതിന് രൂപഭാവമില്ല. സക്കാത്ത് അങ്ങനല്ല. സക്കാത്ത് നിസ്കാരം നോൽപ്പൊക്കെ പോലെ സമയം നിർണയിക്കപ്പെട്ട ഇബാദത്താണ്. അത് അങ്ങനെ തന്നെ നിർവഹിക്കണം. രണ്ടും വേറിട്ട് മനസ്സിലായിട്ടുണ്ടാവും കരുതണ്ട്. അപ്പൊ ഈ രണ്ടും വേറെ നിർബന്ധങ്ങളാണ്. ഇപ്പൊ നമ്മളെ ജമാഅത്തെ ഇസ്ലാമിക്കായ പോലെ ആളുകളൊക്കെ ചെയ്യുന്ന ഓല് സമൂഹത്തിന്റെ പറഞ്ഞു വരുത്തുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഞങ്ങൾ ഈ സക്കാത്ത് അങ്ങനെ വെറുതെ കൊടുത്തു തീർക്കുന്നല്ല, ഞങ്ങളിത് ഓരോ ഉപകാരത്തിൽ പെടുത്തുകയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കുകയാണ്. സത്യത്തിൽ ആ ഉപകാരം വേറെ നിർബന്ധമാണ്. ആ നിർബന്ധത്തിനെ ഈ നിർബന്ധം കൊണ്ട് ഓട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അത് വേറെ നിർബന്ധമാണ്. അത് റിലീഫ് കൊണ്ട് വേറെ നടത്തണം. അതിന് കൊല്ലം തയ്യുന്ന പ്രശ്നമില്ല. ആൾക്ക് ആവശ്യം കൊടുത്തോളം, അത് റബ്ബർ തോട്ടാണെങ്കിൽ കൊടുത്തോളം, തെങ്ങും തോട്ടാണെങ്കിൽ കൊടുത്തോളം, എന്തൊന്നും കൊടുത്തോളം. സക്കാത്ത് എന്ന് പറഞ്ഞത് വേറെ എന്താണ്? അത് വേറെ. അതിൽ നിന്ന് ഇത് വല്ലതും പാകപ്പെട്ട് അത് കൊടുക്കുന്നതിന് ഉപകാരപ്പെട്ട വാക്കെന്നല്ലാതെ ഈ ഇബാദത്തിന് അതിലേക്ക് കുട്ടിക്കിടത്തിയിട്ട് ഇബാദത്ത് ബാത്തിലാക്കാൻ പാടില്ല എന്നാണ് നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം. അത് ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ നിർബന്ധമാണ്. ഞാൻ ഈ പറഞ്ഞതിൽ മനസ്സിലാത്ത വല്ലോണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നമ്മൾ സക്കാത്തിന്റെ മസലയിലേക്ക് കിടക്കാണ്. ഇതിന്റെ അടിസ്ഥാനമായി ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഇനിയിപ്പോ നമ്മൾ സക്കാത്തിന്റെ ഈ ക്ലാസ് പറയുമ്പോഴേ അത് അങ്ങനെ ആക്കി വിടാൻ, ഇങ്ങനെ ആക്കി വിടാൻ, പൈസ കൊടുത്തവരെ പൈസയാണ് ആൾക്കാർക്ക് ആവശ്യം. ഞാൻ പറഞ്ഞ് ചിലപ്പോൾ പറയും സ്വർണ്ണത്തിന് സ്വർണ്ണം കൊടുക്കണം, അല്ലെങ്കിൽ സക്കാത്ത് അരി കൊടുക്കണം, നമുക്ക് പൈസ കൊടുത്തൂടെ എന്ന് ചോദിക്കാനാണ് ഞാനതൊക്കെ പറഞ്ഞത്. അത് ആൾക്കാർ കഴിച്ചിലാക്കാനുള്ള മാർഗം വേറെയാണ്. ഇതിന് ഈ നിയമം അനുസരിച്ച് സ്ഥലത്തനുസരിച്ച് തന്നെ പോകണം. ഇനി സക്കാത്ത് നമ്മളെ കിതാബുകളിൽ നിങ്ങൾ ചോദിക്കേണ്ടതിനിടയ്ക്ക് ചോദിക്കാനുള്ള അവസാനമാണ്, ചോദിച്ചാൽ മതി. സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കിതാബുകളിൽ ചർച്ച ചെയ്യുന്ന ഒന്ന് മൃഗങ്ങളുടെ സക്കാത്താണ്. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ക്ലാസ് ഉദ്ദേശിക്കുന്നില്ല. മൃഗങ്ങളുടെ സക്കാത്ത് പറഞ്ഞാൽ ആട്, മാട്, ഒട്ടകം, ഇതിനാണ് സക്കാത്ത് വേണ്ടി. 5 ഒട്ടകം ഉണ്ടെങ്കിൽ അതിപ്പോ നമ്മളെ നാട്ടിൽ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ 30 പശുള്ള ആൾക്കാർ, അല്ലെങ്കിൽ 30-30ലധികമോ പശുക്കൾ, അത് തന്നെ നമ്മളെ നാട്ടിൽ തരി ഇങ്ങനെ ആലയിൽ വെച്ച് തീറ്റണോ അല്ലെങ്കിൽ കൊണ്ടുവന്ന് തീറ്റണോ, അല്ലാതെ കഴിച്ചിടുക, വൈകുന്നേരം ഐറ്റങ്ങൾ വരിക,
അതിന് സായിമത്ത് എന്ന് പറയും. അങ്ങനത്തെ 30 നമ്മളെ അപൂർവമായിട്ട് വല്ല ടൗണിലൊക്കെ കാണാൻ അങ്ങനത്തെ, അല്ലാതെ നമ്മളെ നാട്ടിലൊന്നും ഇപ്പൊ അങ്ങനത്തെ സാധനം ഉണ്ടാവില്ല. പിന്നെ 40 ആടും ഈ സർത്തക്കൊത്ത വരണം. ഇത് ഒന്നും നമ്മളെ നാട്ടിൽ പൊതുവെ കാര്യമായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെ കുറിച്ചുള്ള സക്കാത്തിനെ കുറിച്ച് ചർച്ചയിൽ അത് കഴിഞ്ഞ് സമയം കളയുന്നില്ല, അതൊരു ഉപകാരം തോന്നുന്നില്ല. പിന്നെ രണ്ടാമത്തെ സക്കാത്തിനെ കിതാബിൽ പറഞ്ഞത് ധാന്യങ്ങളുടെ സക്കാത്ത്, അതുപോലെ തന്നെ പഴങ്ങളുടെ സക്കാത്ത്, ഈത്തപ്പഴം, മുന്തിരി, പിന്നെ നെല്ല്, ഗോതമ്പ് പോലുള്ള വസ്തുക്കളുടെ സക്കാത്താണ്. ഇതും നമ്മൾ ഇവിടെ ചർച്ചയ്ക്ക് കാര്യമായി ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് 960 ലിറ്റർ അരി, അല്ലെങ്കിൽ അത് നമ്മൾ നെല്ലിലേക്ക് നോക്കുകയാണെങ്കിൽ 1920 ലിറ്ററോ അതിലധികമോ ഒരു വർഷത്തിൽ നെല്ല് കിട്ടുന്ന ആളുകൾ, അങ്ങനത്തെ കൃഷി ചെയ്യുന്ന ആളുകൾക്കാണ് ഇപ്പൊ അത് പറയണത്. അതൊക്കെ അപൂർവം ഏതെങ്കിലും വ്യക്തികളൊക്കെ ചിലപ്പോൾ നടത്തിയിട്ടുണ്ടാവുള്ളൂ. നമ്മൾ പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ വ്യാപകം ഉണ്ടായി, ഇപ്പൊ വളരെ കുറവായതുകൊണ്ട് അത് സംശയം ഉണ്ടെങ്കിൽ ഇൻഷാല്ലാഹ് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോൾ പറയാം, അതും പറയാൻ ഉദ്ദേശിക്കണില്ല. പിന്നെ പറ്റൊന്ന് സ്വർണ്ണ വെള്ളിയുടെ സക്കാത്താണ്. അത് ആവശ്യമുള്ള ഒരു ചർച്ചയാണ്, സ്വർണത്തിന്റെയും വെള്ളിന്റെയും സക്കാത്ത്. അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ച് നമുക്ക് പറയാം. സ്വർണം എന്ന് പറഞ്ഞാല് സ്വർണത്തില് സക്കാത്ത് നിർബന്ധമാകുന്നത് 85 ഗ്രാം സ്വർണം. 85 ഗ്രാം സ്വർണം ഒരു വർഷം ഒരാൾ ഉടമസ്ഥയിൽ ഉണ്ടെങ്കിൽ, അതോ അതിലധികമോ ഉണ്ടെങ്കിൽ അയാളാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. 85 ഗ്രാം അല്ലെങ്കിൽ അതിലധികം സ്വർണം ഒരാൾ ഉടമസ്ഥയിൽ ഒരു വർഷമോ അതിലധികമോ നിലനിന്നാൽ, ഒന്നു പോയാൽ കൊടുക്കേണ്ട, ഒരു കൊല്ലം നമ്മുടെ ഉടമസ്ഥയുമാണ്. ആഭരണത്തിന്റെ വേറെ കേട്ടോ, അത് പിന്നെ പറയും. ആഭരണത്തിൽ പെടൂല, അത് വേറെ പറയും. ആഭരണമല്ലാത്ത, ഹലാലായ ആഭരണമല്ലാത്ത, ഹറാമായ ആഭരണമാണെങ്കിൽ കൊടുക്കേണ്ടി വരും, കറാഹത്തായ ആഭരണമാണെങ്കിൽ കൊടുക്കേണ്ടി വരും. ഹലാലായ ആഭരണമല്ലാത്ത സ്വർണം പിന്നെ അത് ഒരാളുടെ കയ്യിൽ ഒരു വർഷം ഉടമസ്ഥയിൽ നിന്നാൽ, ഇപ്പൊ നമ്മളെ നാട്ടിൽ സാധാരണഗതിയിൽ ഇപ്പൊ എന്താണ്, സ്വർണ്ണ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ സ്വർണ്ണ കോയിൻസോ ഒക്കെ ചിലപ്പോൾ മോളെ കെട്ടിക്കാൻ വേണ്ടിട്ടോ മറ്റൊക്കെ ചിലപ്പോൾ വാങ്ങിച്ച ആളുകൾ ഉണ്ടാകാം. അങ്ങനെ ഏതെങ്കിലും സ്വർണം വെച്ചതുണ്ടെങ്കിൽ ആഭരണത്തിന്റെ പിന്നെ പറയാം. അതിൽ 85 ഗ്രാം, 85 ഗ്രാം എന്ന് പറഞ്ഞാൽ 8 ഗ്രാം ആണല്ലോ ഒരു പവൻ എന്ന് പറഞ്ഞത്. അപ്പൊ 10.5 പവനും 1 ഗ്രാമും ഉണ്ടാവും. 10.5 പവൻ എന്നാ പൊതുവെ ആൾക്കാർ പറയാം, 10.5 പവൻ 1 ഗ്രാമും. അതിനേക്കാൾ കൂടുതൽ അതോ അതിനേക്കാൾ കൂടുതലോ സ്വർണം ഒരാളുടെ ഉടമസ്ഥതയിൽ ഒരു വർഷം ഉണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. വെള്ളിയാണെങ്കിൽ 595 ഗ്രാം വെള്ളി അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ, അതും ആഭരണം അല്ലാത്തതാണ്. വെള്ളി പിന്നെ ആഭരണം വളരെ കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ. ഏതായാലും ആഭരണം അല്ലാത്തതാണ് ഈ പറഞ്ഞത്. 595 ഗ്രാം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഒരാൾ ഉടമസ്ഥയിൽ ഒരു വർഷം ഉണ്ടായാൽ അതിനും സക്കാത്ത് കൊടുക്കണം. ഇത് രണ്ടുമാണ് സ്വർണത്തിന്റെയും വെള്ളിന്റെയും സക്കാത്ത്. എത്രയാണ് കൊടുക്കേണ്ടത്? 2.5%, 40-1 അത്രയാണ് കൊടുക്കേണ്ടത്. സ്വർണത്തിന്റെ സക്കാത്ത് സ്വർണം തന്നെ കൊടുക്കണം. അതാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. വെള്ളിന്റെ സക്കാത്താണെങ്കിൽ വെള്ളി തന്നെ കൊടുക്കണം. അതാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. ഇനി പൈസ കൊടുക്കാന്നുള്ള ചെറിയ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും, പ്രബലമല്ല. പ്രബലമായ അഭിപ്രായം അതാണ്. പിന്നെ ഇനി ആഭരണമാണ് ഇപ്പൊ ഇതിൽ കുറെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന ഒരു സംഗതി. ആഭരണം തന്നെ ആൾക്കാർ 10.5 പവൻ ആഭരണം ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞു വരുത്താണ്. 10.5, 15 പവൻ, 12 പവൻ ആഭരണത്തിന് സക്കാത്ത് ഇല്ല. ഹലാലായ ഒരു ആഭരണത്തിനും സക്കാത്ത് ഇല്ല. ഹലാലല്ലാത്ത ആഭരണം ധരിക്കണമെങ്കിൽ ആ ധരിക്കൽ നിർത്തിയേക്കണ്ടേ ആദ്യം. ഹറാമായ രൂപത്തിൽ ആഭരണം കൊണ്ടെടുക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഹലാലായ ആഭരണമാണ് സക്കാത്തില്ല. ഏതാണ് ഹലാലായ ആഭരണം, ഏതാണ് ഹറാമായ ആഭരണം? പുരുഷന്മാർക്ക് സ്വർണം അനുവദനീയമല്ല. ഇപ്പൊ പുരുഷന്മാർ ആഭരണം ധരിക്കണമെങ്കിൽ സക്കാത്ത് കൊടുക്കേണ്ടി വരും, ഈ പറഞ്ഞ അത്ര ഗ്രാം ഉണ്ടെങ്കിൽ. കാരണം പുരുഷന്മാർക്ക് സ്വർണത്തിൽ നിന്ന് അനുവദനീയായത് പറഞ്ഞാല് മൂക്ക് പൊട്ടിയാൽ കഷ്ണം വെക്കാന്ന് പറയുന്നുണ്ട്. അതൊക്കെ നടക്കുമെന്ന് എനിക്കറിയില്ല, കിതാബ് പറഞ്ഞൊരു ഉദാഹരണം പറയാം. അതുപോലെ വിരലിന്റെ ഒരു അറ്റം, വിരൽ ഒന്നായിട്ട് വെക്കാൻ പാടില്ല. വിരലിന്റെ ഒരു കഷ്ണം പൊട്ടി പോയാൽ പുരുഷന്മാർക്ക് സ്വർണ്ണ വിരൽ വെക്കാം. പല്ല് പോയാൽ പുരുഷന്മാർക്ക് സ്വർണത്തിന്റെ പല്ല് വെക്കാം. ഇതൊക്കെയാണ് പുരുഷന്മാർക്ക് സ്വർണത്തിൽ അനുവദനീയായത്. ഇതല്ലാത്ത ആഭരണങ്ങളൊന്നും പുരുഷന്മാർക്ക് പറ്റൂല. ഈ അതല്ലാത്ത പുരുഷന്മാരുടെ ആഭരണങ്ങളാണെങ്കിൽ, പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായവരാണ് കേട്ടോ. പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായവരാണ്. പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്കാണെങ്കിൽ സ്വർണത്തിന്റെ ആഭരണം അനുവദനീയാണ്. ആൺകുട്ടികളാണെങ്കിലും, ആൺകുട്ടിയാണ് അതിന് പുരുഷന്മാരെന്ന് അറിയില്ല. കുട്ടികൾക്ക് സ്വർണത്തിന്റെ ആഭരണം അനുവദനീയാണ്, അതിന് സക്കാത്ത് കൊടുക്കണ്ട. വകതിരി വാണതിന് മുമ്പ് അനുവദനീയാണ്. അപ്പൊ വകതിരി വായാലും അവർക്ക് അനുവദനീയം തന്നെയാണ്. സ്വർണ്ണ പ്രായപൂർത്തിയാണവരൊക്കെ അനുവദനീയമുണ്ട്, ഹറാമില്ല എന്നർത്ഥം. അപ്പോ
ഈ കുട്ടികൾക്ക് അല്ലാത്ത പുരുഷന്മാർ, പ്രായപൂർത്തിയായ ആൾക്കാർക്ക്, പുരുഷന്മാർക്ക് ആഭരണം ഉണ്ടെങ്കിൽ അതൊക്കെ സക്കാത്ത് കൊടുക്കേണ്ടി വരും. ഇനി സ്ത്രീകൾക്കുള്ള ആഭരണമാണെങ്കിൽ അവർക്ക് ഭംഗിയായി പരിഗണിക്കപ്പെടുന്നതൊക്കെ അനുവദനീയാണ്. അത് ഇട്ടാ അവൾക്കൊരു ഭംഗി എന്ന് പറയും, അതൊക്കെ അനുവദനീയാണ്. അല്ലാത്തത് ഹറാമാണ്. അല്ലാത്തത് ഹറാമല്ല, അല്ലാത്തത് കറാത്താണ്. അത് ഓവർ ആകുമ്പോഴാണ് ഹറാമാണത്. 3 നിയമമാണുള്ളത്. ഉദാഹരണം പറയാതെ, അതാണ് ഇപ്പൊ ഒരു തിരിയായി കണ്ടാണ് വിഷയം. അതായത് ആഭരണം എന്ന് പറയുന്നത് ഭംഗിക്ക് വേണ്ടിയാണ് സ്ത്രീകൾക്ക് അനുവദനീയമായത്. ആഭരണത്തിന്റെ സ്വർണത്തിന്റെ ചെരുപ്പ് അവർക്ക് അനുവദിയാന്ന് പറഞ്ഞിട്ടുണ്ട്, സ്വർണത്തിന്റെ കിരീടം അനുവദനീയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പലതും സ്വർണത്തിന്റെ സ്ത്രീകൾക്ക് അനുവദിയാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്ത്രീകൾ അവഗണിച്ചു എന്നാ പറയുന്നത്. സ്ത്രീകൾക്ക് കൊടുത്ത ആനുകൂല്യത്തിനെ കുറിച്ച് നമ്മളെ അവഗണിക്കാൻ പോവാണ്. ഇതൊക്കെ സ്ത്രീകൾക്ക് അനുവദനീയാണ്. അവർക്ക് സ്വർണത്തിന്റെ ആഭരണങ്ങളൊക്കെ അനുവദനീയമാണ്. ഇനി ഒരു ആഭരണം അത് ഭംഗിയായി ആളുകൾ പറയില്ല, അതൊരു ഭംഗിയില്ല, അഭംഗിയാണെന്ന് പറഞ്ഞ ആഭരണമാണ്, എന്നാൽ അത് കറാഹത്തായിട്ട് വരും. അപ്പൊ അത് എത്ര പവനാണ്? പവൻ പറയാൻ പറ്റൂല, ആഭരണത്തിനനുസരിച്ച് കൊണ്ട് വ്യത്യാസപ്പെടും. ഇത്ര പവൻ ആഭരണം എന്നുള്ളതല്ല, ആഭരണങ്ങൾക്ക് അനുസരിച്ച് കൊണ്ട് അത് വ്യത്യാസപ്പെടും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു 100 പവൻ ഒരു സ്ത്രീക്കുണ്ട്. അതിൽ കുറച്ച് മാലയാണ്, കുറച്ച് വളകളുണ്ട്, കുറച്ച് പാദസാരുണ്ട്. ഇതൊക്കെ പാടെ ഒരു സ്ത്രീ ഇട്ട് കഴിഞ്ഞാല് അത് ഭംഗിയാണ്, അത് സക്കാത്ത് കൊടുക്കണ്ട. അതേ സമയത്ത് ഒരു 100 പവന്റെ ഒരു മോതിരം ഉണ്ടാക്കി കൈമലിട്ട് നോക്കി, 100 പവന്റെ മോതിരം ഉണ്ടാക്കി എന്താ ഉണ്ടാകുക? അത് എന്തൊക്കെയോ ഒരു വികൃതായിട്ടല്ലേ തോന്നുക, അതിന് സക്കാത്ത് കൊടുക്കും വേണം. അപ്പൊ 100 പവന്റെ മോതിരത്തിന് സക്കാത്ത് കൊടുക്കും വേണം. 100 പവൻ പലയാതി ആവരണം നമ്മൾ സക്കാത്ത് കൊടുക്കും വേണ്ട. അപ്പൊ പവനല്ല വിഷയം, ഭംഗിയായി പരിഗണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് വിഷയം. മനസ്സിലായില്ലേ? ഈ സാധനം ഭംഗിയായി പരിഗണിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് വിഷയം. ഉദാഹരണത്തിന് കിതാബിൽ പറഞ്ഞ ഒരു ഉദാഹരണം പറയാം. ഹറാമായതിന് കിതാബിൽ പറഞ്ഞ ഒരു ഉദാഹരണം, 200 മിസ്കാലുള്ള 2 പാദസാരങ്ങൾ അത് ഹറാമാണ്. 200 മിസ്കാൽ, 200 മിസ്കാൽ എന്ന് പറഞ്ഞാൽ 106 പവൻ ചില്ലറ ഉണ്ടാവും. 2 പാദസാരം, ഒരു പാദസാരം എത്ര ഉണ്ടാവും? 53 പവൻ ചില്ലറ ഉണ്ടാവും. അത് ഹറാമായ ആഭരണമാണ്. അത് ഒലബത്തുൽ ഇസ്റാഫാണ്, കൂടുതൽ ഇസ്റാഫ് എന്ന് പറയും. ഇനി അതിനേക്കാൾ കുറച്ചുകൂടി കുറഞ്ഞു നിൽക്കാം, 106 പവൻ. 2 പാദസാരത്തിന് മാത്രമേ പറഞ്ഞു കേട്ടോ. ആ 2 പാദസാരം 106 പവനൊന്നുമില്ല, ഒരു 80, 85, 90 ഒക്കെ ഉള്ളു നോക്കാം. എന്നാലും അത് ഹറാമില്ലെങ്കിലും ഇസ്റാഫ് ഉണ്ട്, അത് കറാത്താണ്. അപ്പൊ ഒരു 50 പവനാണെങ്കിലോ അപ്പൊ അതിന് ഇസ്റാഫും ഇല്ല, ഒലബത്തുൽ ഇസ്റാഫും ഇല്ല. അപ്പൊ ഒരു പാദസാരം 25 പവൻ, മറ്റേ പാദസാരം 25 പവനും. അങ്ങനെ പാദസാരം ഇട്ടാൽ അതിൽ കറാത്ത് വരുന്നില്ല, ഹറാം വരുന്നില്ല, സക്കാത്തും കൊടുക്കണ്ട. ഒരു പാദസാരത്തിന്റെ അപ്പൊ പറഞ്ഞത്. അപ്പൊ വളയാണെങ്കിൽ എത്ര വളണ്ട? ഇനിയിപ്പോ സാധാരണക്കാർക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മള് ജ്വല്ലറിന്റെ പരസ്യപ്പലക ഉണ്ടാവുമല്ലോ, പരസ്യത്തിന്റെ ഫ്ലക്സ് ബോർഡ്, അയിമപ്പോ ഏതായാലും ഭംഗിക്കാണല്ലോ ആ ഫോട്ടോ കൊടുക്കണേ. ആ ഭംഗിയായിട്ട് ഫോട്ടോ കൊടുക്കൂലല്ലോ ജ്വല്ലറിക്കാര്. ആ പെണ്ണിന്റെ മേത്ത് എത്ര സ്വർണ്ണം ഉണ്ടാവും? ജ്വല്ലറിന്റെ പരസ്യപ്പലകം ഒരു പെണ്ണുണ്ടാവൂല, പെണ്ണിന്റെ മേത്ത് കുറെ സ്വർണ്ണം ഇട്ടുണ്ടാവൂല, പല ജാതി. ഇതിപ്പോ ഭംഗിക്ക് കൊടുക്കണമെന്ന് ഉറപ്പല്ലേ, ഭംഗിയായി അംഗീകരിക്കപ്പെടണം. അതിന് എത്ര പവൻ ഉണ്ടാവും? അപ്പൊ അതുകൊണ്ട് പവൻ നോക്കിയിട്ട് ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണമെന്ന ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ കൊണ്ടുവരികയും നമ്മൾ ആളുകളെ പലരുടെയും തലയിൽ കയറുകയും ചെയ്ത് ഈ ആശയം ഇസ്ലാമികല്ല, അങ്ങനൊന്നുമില്ല. അതിന് സക്കാത്ത് കൊടുക്കണ്ട. ആ അനുവദനീയമായ ആഭരണത്തിനും സക്കാത്ത് കൊടുക്കണ്ട. ഇനി ആർക്കെങ്കിലും അവന്റെ അനുവദനീയം എല്ലാം തോന്നുന്നുണ്ടെങ്കിൽ ആ ആഭരണം ഒരു ഒഴിവാക്കുമാണല്ലോ, സക്കാത്ത് കൊടുത്താൽ മാത്രം മതിയോ? ഈ കറാത്തായിട്ടും ഹറാമായിട്ടും ആഭരണം ധരിക്കാൻ പാടുണ്ടോ? അത് വലിയ അറിയില്ല. സക്കാത്ത് കൊടുക്കണം, സക്കാത്ത് കൊടുക്കണം. 10 പാടണമെങ്കിൽ 12 പാടണമെങ്കിൽ സക്കാത്ത് കൊടുക്കണം എന്നറിയും. എന്നാൽ അത് ഒന്നുകിൽ കറാത്തിൽ പെടണം, അല്ലെ ഹറാമിൽ പെടണം. അങ്ങനെയാണെങ്കിൽ ആഭരണം ഒഴിവാക്കണം എന്നും കൂടി പറയണ്ടേ? ആഭരണം ധരിക്കരുതല്ലോ. അപ്പൊ ഈ ആഭരണത്തിന്റെ സക്കാത്ത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഇതിന് ഒരർത്ഥമില്ല. അപ്പൊ ഇത് സക്കാത്ത് കൊടുക്കണം ധരിച്ചു വെച്ച ആളുകൾ കൂടി അത് തിരുത്തേണ്ടതാണ്. സക്കാത്ത് കൊടുക്കണ്ട. സക്കാത്ത് കൊടുക്കണ്ടാത്ത നമ്മൾ സക്കാത്ത് നിയത്ത് ചെയ്ത് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഉണ്ടാകുന്ന ഒരു ആഭരണം എന്നത് നമ്മളെ 2-3 സംഗതി. ഒന്ന് ലോക്കറിൽ വെക്കുന്ന ആഭരണം ഉണ്ടാവും. ചിലര് ആഭരണം ഇക്കാരം വച്ചത് ലോക്കറിൽ ഇക്കാരം. ചിലത് പിന്നെ ആൾക്കാർ എന്ത് ചെയ്യും, വീട്ടിൽ തന്നെ അവിടെ എടുത്തുവെച്ചിട്ടുണ്ടാവും, ഉപയോഗിക്കുന്നുണ്ടാവില്ല. അങ്ങനത്തെ ആഭരണങ്ങൾ ഉണ്ടാവും. പിന്നെ പണയം വെച്ച ആഭരണങ്ങൾ ഉണ്ടാവും, പൊട്ടിയ ആഭരണം ഉണ്ടാവും. ഈ 3-4 ആഭരണങ്ങൾ ഇതിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ടാവും. ഒന്ന് ലോക്കറിൽ വെക്കുന്ന ആഭരണം.
ലോക്കറിൽ നമ്മൾ വീട്ടിൽ നിന്ന് കള്ളന്മാര് കയറണം വിചാരിച്ചിട്ടാണല്ലോ ലോക്കർ കൊണ്ടായിക്കുണ്ടാകുക. അപ്പൊ ലോക്കർ കൊണ്ടുപോയി വെക്കുമ്പോ നമ്മുടെ ഉദ്ദേശം എന്താണ്? അതാണ് അവിടെ നോക്കേണ്ടത്. ഉദ്ദേശം എന്താണ്? ഉദ്ദേശം ഇനി കുറച്ച് കഴിയുമ്പോൾ ഒരു ആവശ്യം ഉണ്ടാവും, അപ്പടുത്ത് ധരിക്കാം എന്നാണ്. ഇപ്പൊ തൽക്കാലം ആവശ്യമില്ല, ധരിക്കാം എന്ന് കരുതിയിട്ടാണ് വെക്കണത് എങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണ്ട. പക്ഷെ അങ്ങനെ വെക്കൽ കുറവായിരിക്കും. നമുക്ക് എന്തെങ്കിലും ആവശ്യം എടുത്ത് വിൽക്കാന്നോ അല്ലെങ്കിൽ വേറെ ആവശ്യത്തിന് ഭൂമി ആകാന്നോ അതിനൊക്കെ വേണ്ടി കൊണ്ടുപോയിക്കണമെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കും വേണം. അപ്പൊ അത് ആഭരണം എന്ന പരിധിയിൽ നിന്ന് വിട്ടു. നമ്മൾ എന്ത് ഉദ്ദേശത്തിലാണ് ലോക്കറിൽ വെക്കുന്നത്? ഇനി വീട്ടിലെടുത്ത് വെച്ചാലും അങ്ങനെ തന്നെ. 50 പവനുണ്ട്, പക്ഷെ ഒരു 10 പവനൊക്കെ ധരിക്കുള്ളൂ, ബാക്കി 40 പവനും അവിടെ അൾമറ വെച്ചിരിക്കാണ്. എന്തിനു വെച്ചിട്ടുണ്ട്? അത് ഇനി എന്തെങ്കിലുമൊക്കെ കല്യാണത്തിന് പോകുമ്പോഴോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ ധരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ മാറി മാറി ധരിക്കാം എന്ന് വിചാരിച്ച് വെച്ചാണെങ്കിൽ സക്കാത്ത് കൊടുക്കണ്ട. അതല്ല, ഇത് നമുക്ക് ഇനി എന്തെങ്കിലും ആവശ്യം വരെ വീടുണ്ടാക്കുന്ന സമയത്തിന് എടുത്ത് വിൽക്കാം എന്നാണ് ഉദ്ദേശമെങ്കിലോ അതിന് സക്കാത്ത് കൊടുക്കുവാണോ. അപ്പൊ ആഭരണം എന്ന പരിധിയിൽ നിന്ന് പോയി. അത് നമ്മൾ നീയത്തിനനുസരിച്ച്, നമ്മൾ ഉദ്ദേശത്തിനനുസരിച്ച് മാറുന്ന അർത്ഥം. ആഭരണം എന്ന പരിധിയിൽ നിന്ന് പോകലും പോകാതിരിക്കലും അങ്ങനെ. ലോക്കറിൽ വെച്ചാലും വീട്ടിൽ വെച്ചാലും എങ്ങനെ ഉണ്ടായി? പണയം വെച്ചതാണെങ്കിൽ അങ്ങനെ തന്നെ. പണയം വെച്ച് കഴിഞ്ഞിട്ട് എടുത്തിട്ട് ധരിക്കാം, തൽക്കാലം പണം വെച്ചു എന്നുള്ളെങ്കിൽ സക്കാത്ത് കൊടുക്കണ്ട. അതല്ല, പണയം വെച്ച ഒരു സ്വത്ത് എന്നുള്ള അർത്ഥത്തിന് പണയം വെച്ചാണെങ്കിൽ അതിന് സക്കാത്ത് വേണം. ഇനി മറ്റൊന്നുണ്ടാകുന്നതാണ് നേരത്തെ പറഞ്ഞത്, പൊട്ടിയ ആഭരണങ്ങൾ ഉണ്ടാവും. പൊട്ടിയിട്ട് കേടുന്നതിന് ചെറിയ പൊട്ട് പറ്റിയിട്ടാണ് അവിടെ എടുത്ത് വെച്ചിക്കാണ്. എന്തിനാണ്? അത് വിളക്കി നന്നാക്കിയിട്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കണം എന്ന ഉദ്ദേശത്തിൽ വെച്ചതാണ് എങ്കിൽ അത് സക്കാത്ത് കൊടുക്കണ്ട. അതേപോലെ അത് ഏതായാലും പൊട്ടിയാണ്, ഇനി അത് നമുക്ക് ഉരുക്കിയിട്ട് വേറെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് ആഭരണത്തിന്റെ പരിധിയിൽ നിന്ന് പോയിട്ടോ. ഉരുക്കാൻ വെച്ചതാണെങ്കിൽ ആഭരണത്തിന്റെ പരിധിയിൽ പോയാൽ വിൽക്കുകയോ ഉരുക്കുകയോ ചെയ്തിട്ട് മാറ്റാന്നതാണ്. വിളക്കി നന്നാക്കാം എന്നതാണെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണ്ട. നന്നാക്കി ഉപയോഗിക്കാം എന്നാണെങ്കിൽ. അതല്ല, അതിന് ഏതായാലും പൊട്ടി പൊളിഞ്ഞില്ലേ, നമുക്ക് വിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് അത് ഉരുക്കിയിൽ വേറെ എന്തെങ്കിലും ആക്കാം എന്ന് കരുതി എടുത്തു വെച്ചതാണെങ്കിൽ അത് ഈ 10 പവനല്ല 10 ഗ്രാം കൊണ്ട് 85 ഗ്രാമിലധികം ഉണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. ഇങ്ങനെയാണ് ഇപ്പൊ അതിന്റെ അവസ്ഥ ഉണ്ടായ. ഇപ്പൊ മൊത്തത്തില് പിന്നെ ഇതാണ് സ്വർണത്തിന്റെ അവസ്ഥ. പിന്നെ ഇനി എന്തെങ്കിലും അതിന് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി വെള്ളിയും കൂടി അതിന് കൊടുത്തില്ല തന്നെ പറയാം അല്ലേ? ഈ പണയം വെച്ചതേ വസ്തു നമ്മൾ പണയം വെച്ചതാണെങ്കിൽ, ഇത് ബാങ്കിൽ കൊണ്ടുപോയി പണയം വെക്കൽ എന്ന് പറഞ്ഞത് പാടില്ലാത്ത, പലിശക്ക് പണയം വെക്കൽ പാടില്ലാത്ത മറ്റൊരു വകുപ്പാണ്ടോ? അത് നമ്മളെ ചർച്ചയിൽ വരാത്തോണ്ട് ഞാൻ അതിലേക്ക് കിടക്കണില്ല. പക്ഷെ പണയം വെച്ച സ്വർണം അത് ഉപയോഗിക്കണമെന്ന ഉദ്ദേശത്തിലാണെങ്കിൽ സക്കാത്ത് അതിന് കൊടുക്കേണ്ടിയില്ല. അതേ സമയത്ത് നമ്മൾ പണയം വെച്ചിരിക്കുകയാണ്, അത് ഒഴിവാക്കാനാണ്, പിന്നെ നമ്മൾ സ്വത്തായിട്ട് വെച്ചാണെങ്കിലും സക്കാത്ത് കൊടുക്കണം. മനസ്സിലായില്ലേ? അതൊരു സ്വത്തായിട്ട് വെച്ചാണെങ്കിലും സക്കാത്ത് കൊടുക്കണം. പണയം വെച്ച സാധനത്തിന് സക്കാത്ത് കൊടുക്കണം എന്നാണ് കിതാബിൽ പറയാം. അത് സ്വർണ്ണം എന്നല്ല, ഏത് സാധനമാണെങ്കിലും നമ്മൾ സക്കാത്ത് നിർബന്ധമായ സാധനം പണയം വെച്ചാൽ, പണയം വെച്ച സാധനം എന്തിനുള്ളതാണ്? നമ്മൾ തന്നെയാണ്, അത് ഓൾതല്ല. പണയം വെച്ച ആൾ തന്നെയാണ് അത്. പിന്നെ ഇവൻ അഥവാ തിന്നിട്ടില്ലെങ്കിൽ ഖാദി മുഖാന്തരം അത് വിൽപ്പന നടത്തുകയും എന്നിട്ട് അവന്റെ പൈസ എടുത്തിട്ട് ബാക്കി ഇങ്ങോട്ട് തരുകയും ചെയ്യാന്നാണ് നമ്മളെ പണയം. സെറ അനുവദിക്കുന്ന പണയം അതാണ്. ഖാദി മുഖാന്തരം അത് വിൽക്കുക. കാരണം ഓൻ വിറ്റാൽ ചിലപ്പോൾ അതിൽ വഞ്ചനയുടെ തെറ്റിദ്ധാരണ ഉണ്ടാവുമല്ലോ. അപ്പൊ ഖാദി മുഖാന്തരം അത് വിൽക്കുകയും എന്നിട്ട് വിറ്റിട്ട് ആ കടത്തിന്റെ പൈസ കൊടുത്തിട്ട് ബാക്കി നമുക്കനെ തിരിച്ചു വരും ചെയ്യാം. ഇതാണ് പണയം എന്ന് പറഞ്ഞ സാറേ. അങ്ങനെ പണയം വെച്ച സാധനമാണെങ്കിൽ അതിന് ടൈം ആണതിന് മുമ്പ് നമ്മൾ തന്നെയാണ് ടൈമായി വിറ്റ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ. അപ്പൊ നമ്മൾ തന്നെയാണ് സക്കാത്ത് കൊടുക്കണം എന്നർത്ഥം. പണയ സാധനത്തിന് സക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ആഭരണം ആകുമ്പോൾ അത് ആഭരണമായിട്ടാണോ അല്ല എന്നുള്ള ചിന്ത വരും. അതാണ് ഇപ്പൊ ഞാൻ വിശദീകരിച്ചത്. ശരിയല്ലേ? ഓക്കെ. പിന്നെ വെള്ളിയാണ്. വെള്ളി ഇപ്പൊ തോന്നുന്നു നമ്മളടുത്ത് ഉണ്ടാവില്ല. ചിലപ്പോ പഴയ കാലത്തൊക്കെ പെണ്ണുങ്ങളത്തെ അരിഞ്ഞാളും മറ്റൊക്കെ ഉണ്ട്, അതാണെങ്കിൽ ആഭരണമാണ്. അല്ലാത്ത വെള്ളി ഉണ്ടായിക്കൊള്ളാമെന്നില്ല. എന്താ അറിയില്ല, വെള്ളിക്ക് ഇപ്പൊ വില കുറച്ചൊക്കെ ഉള്ള കാലാണല്ലോ. 595 ഗ്രാം അല്ല അതിലധികമോ വെള്ളി ഉണ്ടെങ്കിൽ അതിന് 2% സക്കാത്ത് കൊടുക്കണം. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഹലാലായ ആഭരണമാണെങ്കിലും സക്കാത്ത് കൊടുക്കണ്ട. വെള്ളിയും പുരുഷന്മാർക്ക് ഹറാം തന്നെ ഉണ്ട്. ഇപ്പൊ കുറെ ചെറുപ്പക്കാരൊക്കെ വെള്ളിന്റെ മാലിന്തൊക്കെ കൊണ്ട് കൈമ കെട്ടിട്ടുണ്ട്, കൗത്തിലിട്ടുണ്ട്. ഓരിപ്പോ വെള്ളി അനുവദനീയാന്നുള്ള ചിന്താഗതിയിലാണ്. വെള്ളിയിൽ നിന്ന് പുരുഷന്മാർക്ക് അനുവദനീയമായത് നേരത്തെ പറഞ്ഞുണ്ടല്ലോ, ആ മൂക്ക് അതുപോലെ വിരലിന്റെ തലതൊക്കെ പറ്റും. അതിന്റെ പുറമെ വെള്ളിന്റെ മോതിരം കൂടി അനുവദനീയാണ്. സ്വർണത്തിന്റെ മോതിരം പുരുഷന്മാർക്ക് പറ്റൂല, പക്ഷെ വെള്ളിന്റെ മോതിരം അനുവദനീയാണ്. അനുവദനീയാണ് മാത്രമല്ല അത് സുന്നത്തും കൂടിയാണ്. ചെറിയ വിരലിട്ടാണെങ്കിൽ സുന്നത്താണ്, 2 ചെറുവിരലിട്ട സുന്നത്താണ്, വെളുത്താക്കിയിട്ട് അഫ്ളൽ. അത് കഴിഞ്ഞ് വേറെ മസല, മോതിര മസലേക്ക് ഞാൻ പോണില്ല. അപ്പൊ അതേതായാലും അത് അനുവദനീയമാണ്. അതല്ലാത്ത വെള്ളിയൊന്നും പുരുഷന്മാർക്ക് അനുവദനീയല്ല. വെള്ളിന്റെ മാലടലും കൈമേൽ ചെയിൻ കെട്ടലും ഒന്നും അനുവദനീയല്ല. അതൊക്കെ കെട്ടിയാലും സക്കാത്ത് കൊടുക്കേണ്ടിരുന്ന അർത്ഥം. പക്ഷെ അത് 595 ഗ്രാമോ അതിനേക്കാൾ കൂടുതലോ ഉണ്ടെങ്കിൽ അതിനാണ് സക്കാത്ത് നിർബന്ധം. അതാണ് വെള്ളിന്റെ. ഇനിയിപ്പോ ഈ ബാക്കി പറഞ്ഞ വിഷയങ്ങളൊക്കെ അതിനും ബാധകമാണ്. അത് ഇനി വേറെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അതിന് വല്ലതും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോവാം.
ഇനി മറ്റൊരു വിഷയം, സ്വർണത്തേക്ക് പോവാ അല്ലെ, വെറും ചോദിക്കണില്ലല്ലോ. സ്വർണം കഴിഞ്ഞു, ഇനി പണാണ്, പണത്തിന്റെ സക്കാത്താണ് ഇനി പറയാം. പിന്നെ ഈ 595 ഗ്രാം വെള്ളിന്റെ വില അതോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ഒരാളുടെ ഉടമസ്ഥതയിൽ ഒരു വർഷം നിന്നാൽ അതിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതായത് വെള്ളിന്റെയോ സ്വർണത്തിന്റെയോ വിലയാണ് കൂട്ടേണ്ടത്. പക്ഷെ ഏതാണോ ആദ്യം എത്തുന്നത് എങ്കിൽ, നിസാബ് എത്തുന്നതെങ്കിൽ അതാണ് കൂട്ടേണ്ടത് എന്നാണ്. ആദ്യം ഏതായാലും ഇപ്പൊ വെള്ളിക്ക എത്തുന്ന ഉറപ്പാണല്ലോ. 10.5 പവൻ സ്വർണത്തിന് ഇപ്പോ വില കൂട്ടുകയാണെന്ന് വെച്ചെങ്കിൽ 13 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാവും. ഇതിന് വില കൂട്ടുമ്പോ 1,60,000 അല്ലെ 70,000 അത്രയൊക്കെയാണ് ഇപ്പോ നമ്മളെ ഒരു റേറ്റ്. ദിവസം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോ 270 എന്നനുസരിച്ചാണ് ഒരു ഗ്രാമിന് 270 വെച്ച് കൂട്ടിയാൽ 1,60,650 ഉണ്ടാവും. അത് ഏറ്റവും താഴ്ന്ന റേറ്റ് ആണ്. ഈ 290 വരെ ഇപ്പൊ കോഴിക്കോടൊക്കെ 290 ആണെന്നൊക്കെ ഇപ്പൊ അടിച്ചു നോക്കുമ്പോ കണ്ടേ വരുന്ന സമയത്തില്. ഇപ്പൊ വില മാറിക്കൊണ്ടിരിക്കും. അപ്പോ ഈ പിന്നെ 1,60,000 ഒരു 1.25 ലക്ഷം എന്ന് പറയാം നമ്മള് സൗകര്യത്തിന്. ഒരു 1.25 ലക്ഷം റുപ്യ ഒരു കൊല്ലം ഒരാളുടെ ഉടമസ്ഥയിൽ ഉണ്ടെങ്കിൽ ഇപ്പത്തെ റേറ്റ് അനുസരിച്ചുകൊണ്ടുണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. മനസ്സിലായില്ലേ? 295 ഗ്രാം 595 ഗ്രാം വെള്ളിന്റെ വില കൂട്ടിയാൽ മതി. അപ്പൊ ഇതിൽ ഒരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാല്, ഒരു കൊല്ലം ഫുള്ളായിട്ട് ഈ വില വേണം. ഒരു കൊല്ലം ഫുള്ളായിട്ട് വെള്ളിന്റെ വിലയും ഇതിങ്ങനെ ഈ കറക്റ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് കീപ്പോട്ടും മേപ്പോട്ടും പോയി കൊടുക്കും. അതായത് ഇപ്പൊ ഒരാൾക്ക് 1.5 ലക്ഷം റുപ്യ കഴിഞ്ഞ റമദാനിൽ ഉണ്ട് നിൽക്കുക. കഴിഞ്ഞ റമദാൻ മാസത്തിൽ ഒരാൾ 1.5 ലക്ഷം റുപ്യ എടുത്തേച്ച് അന്നത്തെ 595 ഗ്രാം വെള്ളിന്റെ വില കൂട്ടിയാൽ 1.5 ലക്ഷം വില ഇല്ല. അപ്പൊ അയാൾക്ക് എന്തെത്തിയിട്ടുണ്ട്? നിസാബ് എത്തിയിട്ടുണ്ട്, കണക്കുണ്ട്, സക്കാത്തിന്റെ സാധനം ഉണ്ട്. അങ്ങനെ 1.5 ലക്ഷം ഇങ്ങനെ വന്നപ്പോത്തിന് വെള്ളിക്ക് വില കൂടി. വെള്ളിക്ക് വില കൂടി 5-8 മാസമായപ്പോത്തിന് വെള്ളിക്ക് വില കൂട്ടി വെക്കുമ്പോൾ 1.5 ലക്ഷത്തിന്റെ മുകളിലാണ് പോയി നിൽക്കുക. എന്നാ ഈ കൊല്ലാണ് മുറിഞ്ഞു, സക്കാത്തിന്റെ കൊല്ലാടെ മുറിഞ്ഞു. ഇനി ഏതെങ്കിലും സമയത്തിന് ഇവന്റെ പൈസ കൂടി, ഈ വെള്ളിന്റെ വിലക്കാൾ മേപ്പെട്ട് പോയി, അല്ലെങ്കിൽ വെള്ളിക്ക് വില കുറഞ്ഞു, രണ്ടാലൊരു കാരണം കൊണ്ട് 595 ഗ്രാം വെള്ളിന്റെ വില ഈ 1.5 ലക്ഷത്തിന്റെ അല്ലെങ്കിൽ ഇവന്റെ അടുത്തുള്ള പൈസന്റെ 595 ഗ്രാമിന്റെ റേറ്റിനോട് ഇവന്റെ പൈസ ഒക്കുപോയതിനേക്കാൾ കൂടുതലാവുകയും ചെയ്താൽ അവിടുന്ന് പുതിയ കൊല്ലം തുടങ്ങാൻ ചെയ്യാം. മനസ്സിലായോ? അത് കറക്റ്റ് ഉള്ള ആളുകളെ വിഷയമാണ് ഇപ്പൊ ഈ പറഞ്ഞത്. കുറച്ച് കൂടുതൽ ആൾക്കാർക്ക് ഇപ്പൊ 2 ലക്ഷം കയ്യിലുള്ളവനാണെങ്കിൽ ഇപ്പൊ പ്രശ്നമില്ല. അതേ സമയത്തിൽ ഈ കറക്റ്റ് 1.5 ലക്ഷം വെച്ച ഒരാളാണെങ്കിൽ അവന് കഴിഞ്ഞ റമദാൻ മാസത്തിൽ ഓന്റെ അടുത്ത് 1.5 ലക്ഷം ഉറുപ്പ് എടുത്തു വെച്ചപ്പോ 595 ഗ്രാമിന്റെ വില കൂട്ടിയപ്പോ എത്രയാണ് വില? 1,30,000 സങ്കല്പിക്കുക. അപ്പൊ എന്റെ 1.5 ലക്ഷം ഉണ്ടല്ലോ, അപ്പൊ നിസാബ് ഉണ്ട്, നിസാബിൽ അധികം ഉണ്ട്. അപ്പൊ ഞാൻ 1.5 ലക്ഷം വെച്ചു, സക്കാത്ത് കൊടുക്കേണ്ടി വരും എന്ന് വിചാരിച്ച് അടുത്ത ഒരു കൊല്ലം തയ്യണല്ലോ. അങ്ങനെ വന്ന് റബീഉൽ അവ്വൽ ആയപ്പോ വെള്ളിക്ക് വില കൂടി. വെള്ളിന്റെ വില കൂട്ടി നോക്കുമ്പോൾ 1,55,000 കൊടുക്കണം. എന്തിന്? 595 ഗ്രാം വെള്ളിക്ക്. ഇവന്റെ പൈസ 1.5 ലക്ഷം ഉള്ളൂ. അവരോട് എന്ത് ചെയ്തു? പൈസ ചോടായി, വെള്ളിന്റെ വില മുകളിലായി. അതോടുകൂടി ഓന്റെ ആ കൊല്ലാണ് മുറിഞ്ഞുപോയി. ഇനി ഒന്നുകിൽ വെള്ളിക്ക് വില കുറഞ്ഞ് കീപ്പിട്ട് വന്നാൽ പുതിയൊരു കൊല്ലോട് തുടങ്ങും. അല്ലെങ്കിൽ ചിലപ്പോ ഓന്റെ 1.5 ലക്ഷത്തിന് ഓൻ പിന്നെ ഒരു 25,000 രൂപ വെച്ചു കൊടുത്തു കിട്ടിയപ്പോ. അതുകൂടി വെച്ചപ്പോ സ്റ്റോക്ക് വന്നപ്പോ വീണ്ടും മോൾക്ക് പോയി. ഇങ്ങനെ കൊല്ലം മുറികളും ശ്രദ്ധിക്കേണ്ടത് വരും കറക്റ്റ് സംഖ്യയുള്ള ആളുകൾ. അതേമത്തെ 2 ലക്ഷം 3 ലക്ഷം ഒക്കെ കയ്യുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് നോക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും 595 മോളിൽ നിൽക്കാൻ പോലെ പൈസ പിന്നെ അത് ആലോചിക്കാനില്ല. അപ്പൊ ആ എത്ര സംഖ്യ ആണുള്ളെങ്കിൽ ആ സംഖ്യന്റെ 2.5% സക്കാത്ത് കൊടുക്കേണ്ടി വരും. ഇവന്റെ അടുത്തുള്ള പൈസ 595 ഗ്രാമിന്റെ പൈസയോ അതിലധികം ഉണ്ടാവുകയും അതൊരു കൊല്ലം ഓന്റെ ഉടമസ്ഥയിൽ ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടി. ഒരു കൊല്ലത്തിന്റെ ഇടയ്ക്ക് പൈസ പോകുന്നു ഓന് നേരത്തെ പറഞ്ഞതുപോലെ ഓന് ഇഷ്ടമാണ് ശമ്പളം കിട്ടുന്ന മാഷന്മാരൊക്കെ ഉണ്ടാവും. ഓർക്ക് എത്രയും ശമ്പളം, ഓൻ മാസത്തിൽ 1 ലക്ഷം റുപ്യ ശമ്പളം ഉള്ളവനാണ്, ഉദ്യോഗസ്ഥനാണ്. പക്ഷെ 1 ലക്ഷം റുപ്യ കിട്ടുന്നു, അടുത്ത മാസം ആകുമ്പോഴത്തേനും ഓൻ ചെലവാക്കി തീരും, അപ്പത്തിന് പിന്നെ 1 ലക്ഷം വേറെ കിട്ടും. ഇങ്ങനെ ചെലവാക്കി തീരാന്നല്ലാതെ പൈസ സ്റ്റോക്ക് വെക്കണെങ്കിൽ സക്കാത്ത് കൊടുക്കണ്ട. സ്റ്റോക്ക് വെക്കുമ്പോഴാണ് ഈ സക്കാത്ത് വരുന്നത്. ഇത് ചെലവായി പോണവർക്ക് എന്തില്ല? സക്കാത്തില്ല. അങ്ങനെ ചെലവായി മറിഞ്ഞു പോകുന്ന ആൾക്കാരാണെങ്കിൽ അത് ഇനി എവിടെ സ്റ്റോക്ക് വെച്ചാലും നമ്മുടെ ഉടമസ്ഥയുള്ള സ്റ്റോക്ക് എവിടെ വെച്ചാലും സക്കാത്ത് വേണം. ഉദാഹരണത്തിന് മാഷന്മാർക്ക് ഇപ്പൊ എന്താണ് PF ഉണ്ടാവും അല്ലെ? PF ഉള്ളവരുണ്ടാവും. അപ്പോൾ PF-ൽ ഒരു പൈസ ഇട്ടുണ്ടാവും. ഒരു മാസത്തിൽ എത്ര ഒരു 10,000 പെട്ട് നോക്കുക. അത് ഗവൺമെന്റ് നിർബന്ധമായിട്ടും ഒക്കെ പിടിച്ചേക്കുന്ന പൈസ കാരണം അതാണ് പിടിച്ചാൽ 1 ലക്ഷം ഒരു 10,000 പൈ. അപ്പൊ പിന്നെ ഒന്നും ആലോചിക്കില്ല, 10,000 സക്കാത്തില്ലല്ലോ. അടുത്ത മാസം 20,000 പിന്നെ 30,000 അങ്ങനെ പോയി. നേരത്തെ പറഞ്ഞതുപോലെ 1.5 ലക്ഷമായി. 15 മാസമാകുമ്പോൾ 1.5 ലക്ഷമാവുമല്ലോ. അല്ലെങ്കിൽ 16 ഇപ്പത്തെ വില അനുസരിച്ചുകൊണ്ട് ഒരു 17 മാസം കഴിഞ്ഞു. 17 മാസമായപ്പോത്തിന് വെള്ളിന്റെ വില
വിരലിന്റെ മുകളിലേക്ക് ഇവന്റെ പൈസ കയറി. ഇവന്റെ പൈസ കയറി കഴിഞ്ഞാൽ ഇനി അവിടുന്ന് ഡേറ്റ് ചെയ്തേക്കണം, അവിടെ നിന്നാണ് ഇനി കൊല്ലം കണക്കൂട്ടണം. PF പൈസ അതിന്റെ അടുക്ക് പിൻവലിക്കുക, 6 മാസം പിൻവലിക്കാന്നൊക്കെ പറയണേ. അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, പിൻവലിക്കാതെ അവിടെ തന്നെ ഉള്ള പൈസ വെക്കാം. അത് ആ പൈസ അവിടെ തന്നെ വെച്ചതാണെങ്കിൽ അത് ഇനിങ്ങനെ കുറെ ഈ പറഞ്ഞ 17 മാസം ആകുമ്പോൾ നമ്മൾ പറഞ്ഞ ഈ പൈസ എത്തി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു കൊല്ലം കൂടി കഴിഞ്ഞു. ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ ഈ 1,70,000-ന്റെ 2.5% തക്കാത്ത് കൊടുക്കണം. ഈ ഉദാഹരണത്തിന് ഓന് ജനുവരി മാസത്തിൽ, അറബി മാസമായിട്ട് കൂട്ടേണ്ടി, നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നുള്ളൂ. ജനുവരി മാസം വന്നപ്പോ ഓൻ 1,70,000 ഈ മാസത്തിൽ. എന്നാ അടുത്ത കൊല്ലം 2027 ജനുവരി ആവുമ്പോ അതിന്റെ 2% തക്കാത്ത് കൊടുക്കണം. അപ്പൊ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവും അവിടെ. ജനുവരിയിൽ 1,70,000, പിന്നെ ഫെബ്രുവരിയിൽ പിന്നെ ഒരു 10,000 ഒന്നുണ്ടാവും. ഈ ഫെബ്രുവരി പിന്നെ ഒന്നും, അത് ഞാൻ അടുത്ത കൊല്ലം ഫെബ്രുവരിയിൽ അതിന്റെ ആ 10,000-ന് 2.5% കൊടുക്കണം. പിന്നെ അടുത്ത മാർച്ച് വരുമ്പോ 1,000 ഇട്ടോ, അതിന് പിന്നെ 2027 മാർച്ചിൽ 2.5% കൊടുക്കണം. ഇങ്ങനെ, കാരണം അത് ഇനി 10,000 പറഞ്ഞാൽ ഇതിക്ക് കൂട്ടി വെക്കാണല്ലോ. ഇതിക്ക് കൂട്ടി വെക്കുന്നോണ്ട് അതൊക്കെ നിസാബ് എത്തിയതാണ്. അതിന്റെ ഒക്കെ 2.5% കൊടുക്കേണ്ടി വരും. മനസ്സിലായപ്പോ? പിന്നെ അടുത്ത് വേറെ ഒന്നുള്ളത് എന്താണ്? കുറി. ഇതേമാതിരിയാണ് കുറി പറഞ്ഞത്. കുറി എന്ന് പറഞ്ഞാൽ എന്താ? പയറ്റുന്നോ? കുറി നോക്കാം. കുറി എന്നല്ലോ പറയാ, എന്താ പറയല്? പണപ്പയറ്റും കുറി ഉണ്ടാവും അല്ലേ? കുറി, പണപ്പയറ്റ് വേറെയാണ് അല്ലേ? കുരി വേറെയാണ്. കുറിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്, ഇപ്പൊ പറയണത്. കുറി എന്ന് പറഞ്ഞാല് നമ്മളെ നാട്ടിലൊക്കെ പള്ളി മദ്രസൊക്കെ നടത്തല്ലേ ഈ കുറി പറഞ്ഞത്. കുറി 2 സൈസിന്റെ, ഒന്ന് വിളിക്കുറി ഒരു കുറി ഉണ്ടായാല് ആ കുറി അനുവദനീയമൊന്നല്ല, അത് വേറെ കുറിയാണ്. അത് എന്തൊക്കെ പല തട്ടിപ്പോലും നടക്കണ്ടായിരുന്നു. അതല്ല ഞാൻ പറഞ്ഞത്. ഒരു മാസത്തിൽ 10,000 20,000 ഒക്കെ കുറി വെക്കുക. അടുത്ത മാസത്തിൽ പിന്നെ 20,000 വെക്കുക. പിറ്റത്തെ മാസം 20,000 വെക്കുക. അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും. 10 രൂപ 100 ആൾക്കാരുണ്ടാവും. നറുക്കെടുക്കുക, കിട്ടുന്ന ആൾക്ക് ആ മാസത്തിലെ പൈസ കൊടുക്കും. ഇങ്ങനെ ഒരു കുറിയില്ലേ? ഇതിപ്പോ ഇതിൽ തെറ്റൊന്നുമില്ല അങ്ങനെ കൊടുക്കണേന്. അങ്ങനെ കുറി കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ആ കുറി വെക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാതിരി ആദ്യത്തെ മാസം 20,000 വെച്ചു, ഒന്നും ആലോചിക്കാനില്ല. പിറ്റത്തെ മാസം 20,000 വെച്ചു, അപ്പൊ 40,000 അപ്പോഴൊന്നും കൊടുക്കെത്തിയിട്ടില്ല. നമ്മൾ 1,70,000 എത്തണല്ലോ, നമുക്ക് 60,000-ന്റെ മുകളിൽ എത്തണ്ടേ. അങ്ങനെ 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 8 മാസം വെച്ചു. 9ാമത്തെ മാസം വെച്ചപ്പോൾ 20,000 വെച്ച ആളാണെങ്കിൽ 1,80,000. അപ്പൊ നമ്മളെ ഈ നിസാബെത്തി. എത്ര നമ്മളെ നിസാബ് ഇപ്പൊ 1,70,000 നമ്മൾ കണക്കൂട്ടിയനുസരിച്ച് ഇപ്പോഴേ എത്തിക്കഴിഞ്ഞു. ഇപ്പോ സക്കാത്ത് കൊടുക്കണ്ട, കാരണം ഇപ്പൊ സാധനം എന്റെ ഉടമസ്ഥയിലോട്ട് ഡെപ്പോസിറ്റ് ആയിട്ടുള്ളൂ. ഇനി ഒരു കൊല്ലം കഴിയണം. ഇനി അവിടുന്ന് അങ്ങോട്ട് ഒരു കൊല്ലം കഴിയുമ്പോഴാണ് അതിന് സക്കാത്ത് കൊടുക്കേണ്ടി വരിക. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഒരു കൊല്ലം കഴിയുമ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടി വരിക. അവിടുന്ന് അങ്ങോട്ട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. എപ്പം? കുറി കിട്ടിയിട്ടില്ലെങ്കിൽ. കുറി ഇതിന്റെ ഇടയ്ക്ക് അടിച്ചു പോയാലോ? കുറി ഇതിന്റെ ഇടയ്ക്ക് അടിച്ചു പോയാൽ പിന്നെ കൊടുക്കണമൊക്കെ കടം വീട്ടാനായി, ഡെപ്പോസിറ്റ് അല്ല. 1ാമത്തെ കുറിയാണ് ഓൻ അടിച്ചു പോയാല്, ഓൻ കുറി വാങ്ങിപ്പോയി, പൈസ ഓനെ കയ്യിലായി, പിന്നെ ഓൻ കടം വീട്ടാണ്. പിന്നെ ഈ കുറി ഓൻ കിട്ടി ഇതോടെ കൊണ്ടുപോയി വെച്ചാൽ സക്കാത്ത് കൊടുക്കണം. പിന്നെ പറയണ്ടേ നമ്മൾ പറഞ്ഞ സൂട്ടി പിന്നെ ഒരു കൊല്ലം അവിടെ വെച്ച് കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കണം. അതല്ല, ഓൻ ചെലവാക്കി പോയി, കിട്ടിയ ഓൻ പെരപ്പണി എടുത്തിട്ട് വാള കെട്ടിച്ചാൽ അതിനോ ചെലവാക്കി പോയി, ഒന്നും ഓനെടുത്തില്ല. കുറി ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണ്, അതിന് സക്കാത്ത് കൊടുക്കണ്ട. അതേ സമയത്തിൽ നമ്മൾ പറഞ്ഞ 1,80,000 ആയി, പിന്നെയും ഒരു കൊല്ലം കഴിഞ്ഞു, എന്നിട്ടും ഇവൻ എന്ത് കിട്ടിയിട്ടില്ല? നറുക്കിട്ടിട്ടില്ല. എന്നാൽ അതിന് സക്കാത്ത് കൊടുക്കണം. അതിന്റെ 2% സക്കാത്ത് കൊടുക്കണം. അല്ലാത്തടത്ത് കൊടുക്കും വേണ്ട. അപ്പൊ കുറി ആദ്യം കിട്ടിയവർക്ക് പൈസ ഫസ്റ്റ് കിട്ടിയിരുന്നില്ല ലാഭം മാത്രമല്ല, ഒരു ലാഭം എങ്ങനെയുണ്ട്, സക്കാത്തിന്റെ ലാഭം കൂടി ഉണ്ട്. കുറി ആദ്യം കിട്ടിയ ലാഭക്കാരുണ്ടല്ലോ, അതിന്റെ പുറമെ കുറി ആദ്യം കിട്ടിയവർക്ക് ഇങ്ങനെ ലാഭം കൂടി ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു കുറിന്റെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കടം വാങ്ങാ, കടം കൊടുക്കുക. ഈ പൈസയിൽ ബന്ധപ്പെട്ട പരിപാടിയാണിത്. എന്ത്? കടം വാങ്ങാം. കടം വാങ്ങിയാൽ അതിന് സക്കാത്ത് കൊടുക്കണം. കടം കൊടുത്താലും സക്കാത്ത് കൊടുക്കണം. ഒന്നുകൂടി പറയാം. അതായത് കടം വാങ്ങാന്ന് പറഞ്ഞാൽ കടം വാങ്ങിയ ആള് പൈസ ഒരു കൊല്ലാണ്ട് സ്റ്റോക്ക് വെച്ചാൽ കൊടുത്താൽ മതി. കടം വാങ്ങി ചെലവാക്കി അവൻ കൊടുക്കുന്നു വേണ്ട, അവന്റെ പൈസ ഇല്ലല്ലോ. ഇപ്പൊ ഞാന് എന്റെ ഐസർ ഉസ്താദിനോട് എന്ത് ചെയ്തു, ഒരു 2 ലക്ഷം റുപ്യ ഇന്ന് ഇവിടുന്ന് കടം വാങ്ങിയിട്ട് പോയാൽ അടുത്ത റബീ ലെവൽ ആകുമ്പോഴും ഞാൻ റമദാൻ ആകുമ്പോഴും ഈ പൈസ അവിടെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിന്ന് സക്കാത്ത് കൊടുക്കണം. സംഗതി മൂപ്പരോട് കടം വാങ്ങിയാണ്, പക്ഷെ ഞാനവിടെ വെച്ചോണ്ട് ഞാൻ സക്കാത്ത് കൊടുക്കണം. എന്നാൽ മൂപ്പർക്ക് 2 ലക്ഷം കിട്ടാനുള്ളത് കൊണ്ട് മൂപ്പരും സക്കാത്ത് കൊടുക്കണം.
മൂപ്പര് 2 ലക്ഷം കിട്ടാനുള്ള ലക്ഷാണല്ലോ. ഇന്റെ 2 ലക്ഷം ഏതല്ല, ഇത് രണ്ടും ഒരു പൈസ അല്ല. ഒരു പൈസക്ക് 2 സക്കാത്തോ ചില ആൾക്കാർ ചോദിക്കല്ലേ ഇത് പറയുമ്പോ. ഒരു പൈസക്ക് 2 സക്കാത്തല്ല, മൂപ്പർക്ക് കൊടുക്കാനുള്ള പൈസ എന്റെ ഉത്തരവാദിത്തത്തിലുള്ള പൈസ. ഈ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ വാങ്ങൽ കൂടി ഇന്റേതായി. ഇത് എനിക്ക് എന്തിനും ഉപയോഗിക്കാം, എനിക്ക് വിൽക്കാനോ വാങ്ങാനോ എന്തിനും ഉപയോഗിക്കാം, എന്റെ പൈസ. അയാൾക്ക് കിട്ടാനുള്ളത് എന്താണ്? അയാൾക്ക് കിട്ടാനുള്ളത്, മൂപ്പർക്ക് കിട്ടാനുള്ളത് എന്റെ ഉത്തരവാദിത്തത്തിലുള്ള ലക്ഷാണ്. അത് ഈ ലക്ഷല്ല. ഇതും കൊടുക്കാം, അല്ലാത്തതും കൊടുക്കാൻ. എനിക്ക് വേറെ പൈസ കൊടുക്കുന്ന വായ്പ അങ്ങനെ മാതിരിയല്ല. നമ്മള് വായ്പ വാങ്ങാന്ന്, മലയാളത്തിൽ വായ്പ വാങ്ങുന്ന കടം വാങ്ങണേന്ന് പറയാം നമ്മളല്ലേ. ഷറയിൽ വായ്പ വാങ്ങാന്ന് പറഞ്ഞാല് വാങ്ങിയ സാധനം തന്നെ തിരിച്ചു കൊടുക്കണേനാണ് വായ്പ എന്നറിയാം. മറ്റേന് കടം വാങ്ങാന്ന് പറയാം. നമ്മളിപ്പോ ഒരു കൈക്കോട്ടർന്ന് വായ്പ വാങ്ങണം, ആ കൈക്കോട്ടം തിരിച്ചു കൊടുക്കും. നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കും. ഇതിനാണ് വായ്പ വാങ്ങാന്ന് പറയുന്നത്. വായ്പ വാങ്ങിയ അതേ സാധനം തന്നെ തിരിച്ചു കൊടുക്കണം. കടം വാങ്ങാൻ അതല്ല. കടം വാങ്ങാൻ ആ സാധനം തിരിച്ചു കൊടുക്കല്ല. പിന്നെ നമുക്ക് ഏത് കൊടുക്കാം, ഇത് നമ്മളതായി നമുക്ക് ഉപയോഗിക്കാം. വായ്പ വാങ്ങിയ ആ സാധനം നമ്മളതാവില്ല, അതിന്റെ ഉപകാരം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഉപകാരം എടുത്തിട്ട് സാധനം തിരിച്ചു കൊടുക്കണം. അപ്പൊ കടം വാങ്ങിക്കഴിഞ്ഞാൽ കടം കൊടുത്ത വ്യക്തി ആരാണെങ്കിലും 1 കൊല്ലം ഓൻ കാണിച്ച് കിട്ടാണെങ്കിൽ ഓൻ സക്കാത്ത് കൊടുക്കണം. അതിനെ കടം വാങ്ങിയ വ്യക്തി ഓൻ ചെലവാക്കാതെ അവിടെ വെച്ചാൽ ഓൻ സക്കാത്ത് കൊടുക്കണം. അപ്പൊ പിന്നെ അവിടെ ചിലപ്പോ ഒരു സംഗതി ഉണ്ടാവും, ഉസ്താദേ ലക്ഷങ്ങൾ കടക്ക് ഓർത്തിട്ട് കൊടുത്തിട്ടുണ്ട്, കിട്ടുന്ന ഒരു വർത്താനമില്ല, കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ല, അതിനിപ്പോ എന്താ കിട്ടാന്ന് വെച്ചു. അങ്ങനത്തെ കുറെ കട ഉണ്ടാവുമല്ലോ, അതിനിപ്പോ പൈസ ഏതായാലും കിട്ടൂല, ഇനിയിപ്പോ സക്കാത്ത് കൂടി നമ്മൾ അതിന് വേറെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പോയി അതിന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാവുമെങ്കിലും നമ്മളിപ്പോ കൊടുക്കണ്ട. കിട്ടുന്ന പ്രതീക്ഷ ഇല്ലാത്ത കട ആണെങ്കിൽ അതിന് സക്കാത്ത് ഇപ്പൊ കൊടുക്കണ്ട. സക്കാത്ത് നിർബന്ധമാവും, പക്ഷെ കൊടുക്കൽ നിർബന്ധമില്ല. കൊടുക്കൽ നിർബന്ധം ഉണ്ടാകൽ എപ്പോഴാണ്? കിട്ടുമ്പോഴാണ്. അപ്പൊ ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടിയാൽ 10 കൊല്ലത്തെ സക്കാത്തും കൂടി കൊടുക്കേണ്ടി വരും മാത്രം. മനസ്സിലായില്ലേ? കിട്ടുന്ന പ്രതീക്ഷ ഇല്ലാത്ത പൈസ ആണെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടുകയാണെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞിട്ട് കൊടുക്കേണ്ടി വരും. 10 കൊല്ലം കഴിഞ്ഞ് കൊടുക്കേണ്ടി 10 കൊല്ലത്തെ സക്കാത്ത് ഈ 10 ലക്ഷം റുപ്യാണ് നിൽക്കാം. 10 ലക്ഷത്തിന് ഒന്നായിട്ട് അപ്പൊ കൊടുക്കണ്ട. ഒന്നാമത്തെ കൊല്ലം നമ്മൾ 10 ലക്ഷത്തിന് കൊടുക്കുക. ഒന്നാമത്തെ കൊല്ലം 10 ലക്ഷത്തിന് കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ കൊല്ലം അതിന് ഒരു 25,000 കുറച്ചിട്ട് ബാക്കിയുള്ളതിന്റെ 2.5% കൂട്ടുക. കാരണം ഇതിന് 25,000 സക്കാത്തായി മാറി. ഈ 10 ലക്ഷത്തിന്റെ 2.5% സക്കാത്തായി മാറിയല്ലോ. അപ്പൊ 25,000 കുറയ്ക്കുക. എന്നിട്ട് ബാക്കിയുള്ള 2.5% കുറച്ച് രണ്ടാമത്തെ കൊല്ലം കൊടുക്കുക. മൂന്നാമത്തെ കൊല്ലം ആ സംഖ്യ കൂടി കുറച്ചിട്ട് ബാക്കിയുള്ളതിന് 2.5% കൂട്ടുക. അങ്ങനെ കൂട്ടുക. എല്ലാ കൊല്ലം 10 ലക്ഷത്തിന് വേണ്ടാന്ന് അർത്ഥം. ഓരോ കൊല്ലത്തിനും സക്കാത്തായി മാറിയതിനെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിന് 2.5% കൊടുക്കേണ്ടി വരിക. മനസ്സിലായില്ലേ? കടം കൊടുത്താൽ അങ്ങനെ ഉണ്ടാകുക. പിന്നെ ഇപ്പൊ പാറ്റ്, എന്താണ് പാറ്റല്ലേ പറഞ്ഞു? പാറ്റ് എന്ന് പറഞ്ഞാൽ 2 സൈസ് പാറ്റുകളുണ്ട്. പാറ്റ് എന്ന് പറഞ്ഞാൽ ഈ കല്യാണത്തിലൊക്കെ നടക്കുന്ന പാറ്റുകൾ ഉണ്ടായി. നമ്മളാട്ടിലൊക്കെ ഇപ്പൊ എടുത്തു കളഞ്ഞു. പാറ്റ് വ്യാപകമായി ഉണ്ടായിരുന്നു നമ്മളൊക്കെ ചെറുപ്പത്തിൽ. ഇപ്പൊ ഒന്നുമില്ല. കല്യാണത്തിൽ നടക്കുന്ന ആളുകൾ ഇങ്ങനെ കൊണ്ടുകൊടുക്കുന്ന പൈസ ഉണ്ടാവുമല്ലോ. നമ്മളൊരു ഒരുത്തന്നെ മോളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ പൈസ കൊണ്ട് കൊടുക്കും. അതോടെ കണക്ക് ചെയ്തേക്കും ചെയ്യും. അതങ്ങനെ തിരിച്ചു കൊടുക്കൊരു പതിവാണ്. പക്ഷെ അത് ചോദിക്കും പറയുന്നില്ല. അതൊരു കടമല്ല എന്നുള്ളതാണ് നമ്മൾ കിതാബിലൊക്കെ. അത് കൊടുക്കൽ നിർബന്ധമൊന്നുമില്ല. നാട്ടിൽ കൊടുക്കൽ പതിവാണെങ്കിൽ പോലും. അതേ സമയത്തിൽ ഇപ്പോ ഇവിടൊക്കെ നടക്കുന്ന പാറ്റുകൾ പലപ്പോഴും അങ്ങനല്ല. എങ്ങനെയാണ്? ഈ പൈസക്കായിട്ടൊരു പരിപാടിയാണ് അല്ലേ? അങ്ങനല്ല പരിപാടി. പൈസ കിട്ടാനായിട്ടൊരു പരിപാടി നടത്തുക. ആ പരിപാടിക്ക് എല്ലാവരും പൈസ കൊണ്ട് കൊടുക്കുക. അതിന് ചിലപ്പോ ഹോട്ടലിലാണെങ്കിൽ ചായയും വെള്ളമൊക്കെ കൊടുക്കും. അങ്ങനെയല്ല അറിഞ്ഞു? ചായ വെള്ളമൊക്കെ വക ഉണ്ടാവും. അപ്പൊ അത് കടം വാങ്ങനെയാണ്. അത് കടം വാങ്ങുന്നതിന്റെ വിധിയിലുണ്ടായ. അപ്പൊ ഒരാൾക്ക് അങ്ങനെ കിട്ടാനുള്ള പൈസ കുറെ ഉണ്ട് വെച്ചെങ്കിൽ ആ കിട്ടാനുള്ള പൈസക്ക് പറഞ്ഞ 595 ഗ്രാം വെള്ളിന്റെ വിലനേക്കാൾ അധികം 1,80,000 ഒരാൾക്ക് കിട്ടാന്ന് വെച്ചെങ്കിൽ അയാളതിന് സക്കാത്ത് കൊടുക്കേണ്ടി വരും. അത് കിട്ടാനുള്ള പൈസ തന്നെയാണ്, കടം തന്നെയാണത്, കടമായിട്ട് കൊടുക്കേണ്ടതാണ്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ കിട്ടുന്ന പ്രതീക്ഷയില്ലാത്തതാണെങ്കിൽ അപ്പൊ കൊടുത്തോളുന്നില്ല. കിട്ടുമ്പോ കൊടുത്താൽ മതി. പക്ഷെ അത് പലരും തോക്കും കടം ഉണ്ടാകുക മാത്രം. ഒരാളത്തല്ല. ഒരാൾക്ക് 5,000 മറ്റോ 2,000 മറ്റവർക്ക് 5,000. പക്ഷെ ഇവനെല്ലാം കൂടി കിട്ടാനുള്ള ആളാണല്ലോ. അപ്പൊ അതിന്റെ സക്കാത്ത് ഓൻ കൊടുക്കേണ്ടി വരും. പക്ഷെ അതൊക്കെ അപൂർവക്കാരൻ 2 ലക്ഷത്തിലത്രയൊക്കെ അങ്ങനെ കിട്ടാനുള്ള ആൾക്കാരും തോന്നുന്നു. എനിക്കറിയില്ല അല്ലെ എങ്ങനെയാണ്. വലിയതായിട്ടുള്ളവരുണ്ടാവും. ഓൽക്ക് കണക്കന്നേക്കാണ്. ഓരക്കാത്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ കല്യാണത്തിന് കൊടുക്കണതല്ലാത്താണ് പറഞ്ഞത് കേട്ടോ. കല്യാണത്തിന് നാട്ടിൽ കൊടുക്കൊണ്ടിരിക്കണമെങ്കിൽ കൊടുക്കാക്കൊന്നും വേണം. ഞാനായിട്ടൊരു മസാല പറയുന്നുള്ളൂ. പിന്നെ ഞാനും കല്യാണത്തിന് ഉറപ്പിച്ച് സഹായിച്ചതാവും. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ പിന്നെ ഇതുണ്ടാകുക? കടത്തിന്റെ ഭാഗം ഇതുണ്ടാകുക. അപ്പോ പൈസന്റെ ഏർപ്പാടൊക്കെ ഞാൻ വളരെ ചുരുക്കി മാത്രമേ പറയാണ്. സമയം കണക്കൂട്ടിയിട്ട് അത്യാവശ്യമുള്ള മസാലകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ പിന്നെ എന്തെങ്കിലും തിരിയാത്തുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ കുട്ടികളുടേതാണ് ഈ സ്വത്ത് വെച്ചെങ്കിൽ ആ കുട്ടികളുടെ സ്വത്തിനും സക്കാത്ത് കൊടുക്കണം. പക്ഷെ അത് കൊടുക്കേണ്ടി അവരുടെ രക്ഷിതാവാണ് മാത്രം. കുട്ടിയേക്കും ചിലപ്പോ ഈ പറഞ്ഞ സ്വർണ്ണോ അല്ലെങ്കിൽ
അത് പറ്റൂല, അത് പറ്റൂല. ഞാൻ അപ്പുറത്ത് പറയാൻ ഞങ്ങൾ ചോദിച്ചോണ്ട് ഇപ്പൊ പറയാം. സക്കാത്ത് കൊടുക്കുന്ന വിഷയത്തിൽ പറയേണ്ട ഒരു വിഷയമാണ്, നമ്മൾ ക്ലാസ്സിൽ പറയാനുള്ള ഒരു വിഷയം തന്നെയാണ്. സക്കാത്ത് വിതരണത്തിനെ കുറിച്ചാണ് പറയണത്. അതായത് ഒരാള് നമുക്ക് പൈസ തരാണ്ട്, ഒരു പാവപ്പെട്ടവനാണ്, ഓന് 10,000 20,000 തരാണ്ട്, ഓൻ്റെ കിട്ടുന്ന പ്രതീക്ഷ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഏതായാലും കൊടുക്കാനുള്ള സക്കാത്ത് അതാക്കിയാണ് കളഞ്ഞാല് ഓന് സക്കാത്ത് കൊണ്ടാണ് ഒഴിച്ചു കൊടുക്കുക, അല്ലേ? അല്ല നമ്മൾ പറഞ്ഞു അത് പറ്റൂല എന്നാണ്. അത് ക്ലാസ്സിൽ പറയാനുള്ളതാണ്. അത് പറ്റൂല. അത് അവരോട് വാങ്ങിയിട്ട് വേണമെങ്കിൽ ഒരു സക്കാത്താക്കിയാണ് കൊടുക്കാം. പക്ഷെ അങ്ങനെ ഷർത്ത് വെക്കാൻ പാടില്ല. ആ കടം കണ്ട് വീട്ടണം, ആ പൈസ തന്നാൽ എനിക്ക് സക്കാത്തായിട്ട് തരാം എന്ന് വാഗ്ദത്തമാണെങ്കിൽ പറയാം. ഒരു ഡിമാൻഡ് ആക്കി പറയാൻ പാടില്ല. വാഗ്ദത്തായിട്ട് പറഞ്ഞിട്ട് ഓൻ തരിക, ഓനോട് പറയാം എനിക്ക് ഏതായാലും സക്കാത്ത് കൊടുക്കാണ്ടല്ലോ, അങ്ങോട്ട് തന്നാൽ എന്റെ സക്കാത്താണ് വീട്ടിയിരുന്നു എനിക്ക് എന്ന് പറഞ്ഞ് അങ്ങോട്ട് തന്നാൽ നീയത്തൊക്കെ ഉണ്ടല്ലോ, പിന്നെ നീയത്ത് വെച്ചതിന് ശേഷം കൊടുക്കാനുള്ളൂ. മറ്റത് പറ്റൂല. എന്ത് ഓന്റെ അടുത്തുള്ള സാധനം സക്കാത്താക്കി എടുത്തോന്നറിയാം. അപ്പൊ നമ്മൾ സക്കാത്ത് കൊടുത്തിട്ടില്ല, ഓൻ തന്നെ കൊടുക്കുക, ഓൻ തന്നെ വാങ്ങുക, അതാണ് പ്രശ്നം. കാരണം പൈസ ഓൻ്റെ അടുത്താണുള്ളത്, ഓൻ നമുക്ക് തന്നെ പൈസയാണ്. അപ്പൊ സക്കാത്ത് കൊടുക്കണ ആരാണ്? ഓൻ. വാങ്ങുന്ന ആൾ ഓൻ. നമ്മൾ കൊടുക്കാനുള്ള സക്കാത്തിന് ഓനെ വാങ്ങാണ്ട് ഏൽപ്പിക്കാം. അപ്പൊ കാബിലും മുഖബിലും ഒന്നാകും. അതുകൊണ്ട് അത് ശരിയാവില്ല, അങ്ങനത്തെ ഒരു ഏർപ്പാട് ശരിയാവില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നത് ചർച്ച. അത് നമ്മളെ ക്ലാസ്സിന്റെ ലാസ്റ്റ് സക്കാത്ത് വിതരണത്തിന്റെ ഭാഗത്തിൽ പറയേണ്ട ഒരു ഭാഗമാണ്. ചോദിച്ചോണ്ട് ശരിയല്ലേ? ശരിയല്ലേ? നമ്മൾ വിചാരിച്ച കാര്യമില്ല മാത്രമല്ലേ? അപ്പോ അത് തീർന്നു. ഇങ്ങനെ വേറെ എന്തെല്ലോ? പൈസക്ക് സക്കാത്ത് വേണോ വേണ്ടേ എന്നതിൽ ആധുനിക പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മളിപ്പോ പിന്നെ സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു പണ്ഡിത സഭ ഉണ്ട്, അവർ സക്കാത്ത് കൊടുക്കണ്ട എന്നുള്ള അഭിപ്രായക്കാരാണ്. അത് നമ്മളിപ്പോ സമസ്തന്റെ അനുസരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, നമുക്ക് മനസ്സിലാതെ കൊടുക്കണം തന്നെയാണ്. അവർ ആയെന്ന് അതൊരു വിവാദത്തിലേക്ക് നമ്മൾ പിന്നെ പോകണമെന്നുള്ളതാണ് നമ്മൾ ആ ചർച്ച ഒന്നും കൊണ്ടുവരാത്തത്. അതിന്റെ തെളിവും മറ്റൊക്കെ ഒരു പണ്ഡിതോചിത ചർച്ചയിലേ അതിന് പ്രസക്തിയുള്ളൂ. നമ്മൾ ഇവിടെ പോയി ചർച്ച ചെയ്യുന്ന പ്രസക്തി ഇല്ല. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് പോയാലും മൂല്യമാർക്കിടയിലോ മറ്റൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പോയ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അതിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടില്ല. പ്രബലമായ നമ്മുടെ പണ്ഡിതപക്ഷം പറയുന്ന ഒരു അഭിപ്രായം അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മസല പറഞ്ഞതൊക്കെ നമ്മുടെ ഫിഖ് റാഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ടാണ്. പിന്നെ ഹനഫി മദ്ഹബ് പോകുമ്പോൾ വ്യത്യാസം ഉണ്ടാവും, മാലിക് മദ്ഹബ് പോകുമ്പോൾ വ്യത്യാസം ഉണ്ടാവും, മദ്ഹബ് മാറുമ്പോൾ വ്യത്യാസങ്ങൾ വേറെ ഉണ്ടാവും. അതൊന്നും ഇപ്പൊ നമ്മളിവിടെ പരിഗണിക്കുന്നില്ല. ഷാഫി മദ്ഹബിലെ പ്രബലമായ മസല അനുസരിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപൂർവം ചില സ്ഥലങ്ങളിൽ രണ്ടാമത്തെ അഭിപ്രായം ഞാൻ പറയും. അത് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതേ നടക്കുള്ളൂ തോന്നുന്ന സമയത്തിൽ അത് പിടിച്ച് അമൽ ചെയ്യാൻ പറഞ്ഞതാണ്. ഷാഫി മദ്ഹബിൽ തന്നെയുള്ള വേറെ അഭിപ്രായങ്ങൾ പറയേണ്ടി വരും ചില സ്ഥലത്ത്. അത്രേ ഉള്ളൂ. ആവശ്യമുള്ള പിടിച്ചില്ലേ? അതെ, സക്കാത്തിൽ ബന്ധപ്പെട്ട് മസലല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്, കടല്ലാന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞാണ്. അതായത് സന്തോഷവേളകളിൽ, കല്യാണം പോലെയുള്ള സന്തോഷവേളകളിൽ ആളുകൾ നമ്മൾ പ്രത്യേകിച്ച് ചോദിക്കാതെ കൊണ്ടുവന്നിരുന്ന പണങ്ങൾ നമ്മളിപ്പോൾ തരണം എന്ന് ചോദിച്ചതല്ലാതെ, കല്യാണം ഉണ്ട് വരണം എന്ന് പറയും ഓരോട്, അങ്ങനെ ഓല് വരുന്നു, ഒരു ചോദിക്കാതെ തരുന്ന പൈസയാണത്. പൊതുവെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും ഓല് തരുന്നുള്ളത്, ഓൽക്ക് തിരിച്ചിട്ട് ഓലും പ്രതീക്ഷിക്കുന്നുണ്ടാവും. നാട്ടിലത് കൊടുക്കൽ പതിവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിക്കാതെ ഇത്തരം സന്തോഷവേളകളിലോ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ അസുഖമായിട്ട് കിടക്കുമ്പോഴോ ഈ നേരത്തെ കോരി കൊണ്ടുവന്നിരുന്ന പൈസ തിരിച്ചു കൊടുക്കൽ നിർബന്ധമില്ല എന്നാണ് ഇതിന് മസല. അതെ, അത് നാട്ടിലത് തിരിച്ചു കൊടുക്കൽ പതിവാണെങ്കിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ഈ പറഞ്ഞാൽ പെട്ടല്ലോ. ഇത് ആൾക്കാർ കൊണ്ടുവരലും പതിവാണ്, തിരിച്ചു കൊടുക്കലും പതിവാണ്, തിരിച്ചിട്ടൊന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാലും കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ പൈൽ പെട്ടല്ലോ അതൊക്കെ. അതേ സമയത്തിൽ ഈ പയറ്റ് മൂപ്പർ നേരത്തെ പറഞ്ഞൊരു പയറ്റ് പറഞ്ഞു, അതെന്താ വെച്ചാല് പൈസക്കായിട്ട് നടത്തുന്ന പരിപാടിയാണ്, കടം വാങ്ങാനാണ്. അതിനാണ് ആൾക്കാരെ വിളിക്കണേ, കടം വാങ്ങാൻ വേണ്ടി ആൾക്കാരെ ക്ഷണിക്കണേ. അത് പിന്നെ കടം വാങ്ങാൻ വിളിക്കുക, അത് കടം തന്നെയാണ്, അത് പിന്നെ കഴിച്ചാലേ കിട്ടൂല. അതിൽ വേറെ ഉപകാരം കൂടി ഞാൻ പറഞ്ഞ മസലേ, പൈസക്ക് നിങ്ങൾ തിരിച്ചു കൊടുത്തോളി, എന്നാലും മനുഷ്യൻ മരിച്ചു പോകുമ്പോഴേ ഈ കടം വീട്ടാൻ പലപ്പോഴും കഴിയാത്ത അവസ്ഥ ഉണ്ടാവില്ലേ. അപ്പൊ ഈ മസാല ഉപകാരപ്പെടും. അല്ലാതെ ഈ കൊടുക്കണ ആരും ഒഴിവാക്കൊന്നും വേണ്ട. അത് അങ്ങോട്ടും കൊണ്ട് സഹായിക്കാൻ വേണ്ടി കൊടുക്കണല്ലേ, നമ്മൾ സഹായിച്ചുകൊണ്ടേ ഇരിക്കാം. ആ മോന്റെ കല്യാണം വരുമ്പോൾ നമുക്ക് സഹായിക്കാം. അഥവാ മരിച്ചു പോയാൽ ഈ കണക്ക് ക്ലിയർ ആയി കിട്ടാൻ വലിയ പണിയാണ്. കാരണം നമ്മളിപ്പോ ഒരു 50 കൊല്ലം മുമ്പത്തേൽ ചിലപ്പോൾ അന്ന് കൊടുത്തത് 10 റുപ്യ ആയി 20 റുപ്യ കഴിക്കാൻ നമ്മളെ വ്യാപാരി വെച്ചിട്ടുണ്ടാകുക. അതിന്റെ ആള് മരിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ വ്യാപാരം മരിച്ചതിന് നമ്മൾ കണക്ക് മരിച്ചു ചോദിച്ചാൽ 20 റുപ്യ അയമാക്കാന്ന് അറിയാം. അയമാക്ക മരിച്ചു കഴിഞ്ഞാൽ മുമ്പ് മക്കളുണ്ട്, 20 റുപ്യ കൊടുക്കാനുണ്ട്. ഓർ ചിലപ്പോൾ വലിയ മലന്മാരേക്ക് എങ്ങനെ കൊടുക്കുക. അതൊക്കെ ഇങ്ങനത്തെ കുറെ പ്രതിസന്ധികൾ വരും നമുക്ക്
നമുക്ക് വിഷയത്തിൽ. അപ്പൊ നമുക്ക് ഈ മസാല ഉപകാരപ്പെടും. അതിന് വേണ്ടി പറഞ്ഞോളൂ. അല്ലാതെ നിങ്ങളത് ഇനി ഈ കല്യാണത്തിന് കൊടുക്കണൊക്കെ ആടും കൂടെ ഇനി കൊടുക്കണ്ട അറിഞ്ഞാൽ മുടക്കണ്ട, അത് കൊടുത്താളി എല്ലാവർക്കും ഉപകാരമുള്ളതിന്. അതിന് മസാല എങ്ങനെയാണ് പറഞ്ഞതാണ്, വലിയ ഉപകാരപ്പെട്ടു. അപ്പൊ എന്റെ ഉപ്പൊക്കെ മരിച്ച കാലത്ത് അങ്ങനെ വാപ്പാന്റെ കണക്കിൽ 50 പൈസ 25 പൈസ ഒക്കെ വാപ്പാന്റെ കണക്കിൽ കുറെ ഉണ്ടായിരുന്നു. നമ്മൾ റിസ്ക് എടുത്ത് വീട്ടിയിട്ടുണ്ട്. എന്നാലും എവിടെയെങ്കിലും ഒക്കെ ചിലപ്പോൾ ആടുകളൊക്കെ വിട്ടുപോയതുണ്ടാവും. പക്ഷെ അത് വീട്ടേണ്ടതില്ല എന്നുള്ള ഈ മസാല പ്രകാരം നമുക്കൊരു സമാധാനം കിട്ടും. അതിനാണ് ഞാൻ അത് പറഞ്ഞത്. ഒരു കടക്കാരനായി മരിച്ചു കഴിഞ്ഞാൽ ഷഹീദായാൽ പോലും കടം അല്ലാഹു തആല പുറത്തു കൊടുക്കൂല. അത്രയും വലിയൊരു പ്രശ്നമാണ് കടം. അത് ആ വ്യക്തി പുറത്തു കൊടുക്കണം. ഈ വ്യക്തി ചിലപ്പോൾ മരിച്ചു പിന്നെ പുറത്തു കൊടുക്കണേ, അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വയ്ക്കാൻ കഴിയില്ലല്ലോ. അതിനൊരു മാർഗ്ഗമില്ല, അതിന് കടക്കാണ് നമുക്ക് രക്ഷപ്പെടാൻ. അപ്പൊ അതിന് ഒരു ഉപകാരപ്പെടും എന്നുള്ള ആൾക്കാണ് ഞാൻ ആ മസാലിനെ കൂടുതൽ പറഞ്ഞത്. സാധാരണഗതിയിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികളൊക്കെ കൊടുക്കണമെന്നൊക്കെ എല്ലാവരും അവിടെ കൂടെ കൊടുക്കുക. എന്നാലും ഒരു സക്കാത്ത് കൊടുക്കേണ്ട, അങ്ങനെ ലാഭം കിട്ടിയല്ലോ ഇപ്പൊ. ശരിയായില്ലേ? കൊടുക്കണം. അത് നമ്മൾ പറഞ്ഞല്ലോ, വാങ്ങിക്കൊണ്ടുവച്ച പൈസന്റെ കടയാണെങ്കിൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ഇനിയിപ്പോ അത് ചോദിക്കാനില്ലല്ലോ. എങ്ങനെ? കൊടുക്കണം. ഓക്കെ, അത് കൊടുക്കണം. മനസ്സിലായി? ഇപ്പൊ ചോദ്യം മനസ്സിലായി? അത് കൊടുക്കണം. അതായത് 5 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ പൈസ ഉണ്ടാക്കി 5 ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതിനിടെ കൂടെ 3 ലക്ഷമായി. 3 ലക്ഷം കഴിഞ്ഞ് 2 ലക്ഷം കൂടി ആണ്. അപ്പൊ അതിനൂടെ കൊല്ലം കഴിഞ്ഞാൽ അതിന് കൊടുക്കണം. അതല്ലേ ചോദിച്ചേ? അതൊക്കെയാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ട്. ഇത് മുതലാളിമാര് പാവപ്പെട്ടവരെ സംരക്ഷിക്കാനുള്ളതല്ല, ചില സ്വത്തുക്കളെ ശുദ്ധീകരിക്കാനുള്ള ഏർപ്പാടാണ് എന്ന് ഫസ്റ്റ് ഞാൻ മുഖദ്ദിമ കുറച്ച് നേരെ 5 മിനിറ്റ് എടുത്ത് പറഞ്ഞതുകൊണ്ടാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ വിഷയമാണ്. ഇത് പാവപ്പെട്ട പലരും കൊടുക്കേണ്ടി വരും, മുതലാളിമാർ പലരും കൊടുക്കേണ്ടി വരില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഇതിനുള്ളത്. അപ്പൊ അതുകൊണ്ട് സക്കാത്ത് ശരിക്കും പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ജമാഅത്താരി പറഞ്ഞ സംഗതിക്കൊന്നും ഒരടിസ്ഥാനവും ഇല്ല. പിന്നെ പാവങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതൊന്ന് കൂട്ടുമ്പോൾ നമ്മൾക്ക് തോന്നും ശരിയാണ് തോന്നിപ്പോകും. പാവങ്ങളെ സംരക്ഷിക്കാനുള്ള മാർഗം വേറെയാണ്. അത് ഇതിന്റെ കരിഞ്ചത്തെ കയറ്റാണ്. അത് രണ്ടും ഒന്നല്ല, രണ്ടെണ്ണാണ്. അതുകൊണ്ടാണ് അത് ഞാൻ തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞു വെച്ചത്. റെഡിയായില്ലേ? ഇനി കച്ചവടത്തിന് സക്കാത്ത് പറയാം. അടുത്ത് ഇത് കഴിഞ്ഞല്ലോ അല്ലേ? പൈസന്റെ കച്ചവടത്തിന്റെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈ 595 ഗ്രാം വെള്ളിന്റെ വില, ആ വിലയുടെ ചരക്ക് ഒരാളെടുത്ത് ഉണ്ടെങ്കിലും സക്കാത്ത് കൊടുക്കണം. വിൽക്കാനുള്ള സാധനം, വാങ്ങി വിൽക്കുന്ന സാധനത്തിനാണ് കച്ചവടം എന്ന് അറിയാട്ടോ. ഞാൻ പിന്നെ വിശദീകരിക്കാം. അപ്പൊ 595 ഗ്രാം വെള്ളിന്റെ വില അവിടെ ഈ കച്ചവടത്തിന്റെ മറ്റുള്ളതിന് വ്യത്യസ്തമായിട്ട് കൊല്ലം മുഴുവൻ ഈ സാധനം വേണ്ടി ആവശ്യമില്ല. കൊല്ലം മുഴുവൻ ലാസ്റ്റ് മാത്രം അത് ഉണ്ടായാൽ മതി. മനസ്സിലായില്ല? കച്ചവടം തുടങ്ങുമ്പോൾ 595 ഗ്രാമിന്റെ പൈസ ഉണ്ടോ ഇല്ലയോ നോക്കുന്നു വേണ്ട. അന്ന് ഡേറ്റ് മാത്രം എഴുതി വെച്ചാൽ മതി. റബീഉൽ അവ്വൽ 1 കച്ചവടം തുടങ്ങിയാൽ അടുത്ത കൊല്ലം റബീഉൽ അവ്വൽ 1 ആവുമ്പോൾ അവിടുത്തെ ചരക്കിന്റെ വില കൂട്ടുക. ആ വില കൂട്ടുമ്പോൾ 595 ഗ്രാമിന്റെ വില ഉണ്ടോ അതിന്റെ ഇടയ്ക്കുള്ളൊന്നും നോക്കണ്ട. പൈസക്കൊക്കെ നമ്മൾ ഈ ഇടയ്ക്കൊക്കെ നോക്കിയില്ലേ, അതിന്റെ ഒന്നും ആവശ്യമില്ല. കൊല്ലം മുഴുവനും നിസാബ് ഉണ്ടാകേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് മാത്രം മതി കച്ചവടത്തിന്. അപ്പൊ കൊല്ലം തീരുന്ന സമയത്തിൽ റേറ്റ് എടുക്കുക, സാധനങ്ങളുടെ വില എടുക്കുക, എത്ര ഉണ്ട് നോക്കുക. അതുപോലെ നമ്മൾ കച്ചവടം ചെയ്തിട്ട് അവിടെ എടുത്തുവെച്ച പൈസ ഉണ്ടെങ്കിൽ പൈസ ആക്കി മാറ്റാനല്ല, കച്ചവടത്തിൽ എടുത്തുവെച്ച പൈസ ഉണ്ടെങ്കിൽ അതും ഇതിന്റെ കൂടുതൽ കൂട്ടും. കിട്ടാനുള്ള പൈസ എന്തൊക്കെ ഉണ്ടാവില്ല അതൊന്ന് മൊത്തമായിട്ട് കൂട്ടിയിട്ട് 590 ഗ്രാമിന് അധികം ഉണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. ഇവിടെ വില കെട്ടേണ്ടത് ഏത് വിലയാണ് എന്നാണ് പലപ്പോഴും പല ക്ലാസ്സിലും ചോദിക്കല്. വാങ്ങിയ വിലയാണോ വിൽക്കണ വിലയാണോ? പല വിലയാണല്ലോ. കാരണം വീടുകാർ വാങ്ങി കൂട്ടുന്ന ഒരു വിലയ്ക്കാരം, വിൽക്കണത് വേറെ വിലക്കേക്കാരം. അവിടെ എല്ലാവർക്കും ലാഭം കിട്ടുള്ളൂ. അപ്പോ ഈ പിന്നെ ഇത് രണ്ടും അല്ല പരിഗണിക്കുക. ഇതിന്റെ ഒരു മാർക്കറ്റ് വില ഉണ്ടാവും, ആ വിലയാണ് പരിഗണിക്കുക. ഏത് വിലക്കും നമുക്ക് വാങ്ങാം, ഏത് വിലക്കും ഷറയിൽ വിൽക്കും ചെയ്യാം. വിൽക്കണതിന് വാങ്ങണതിന് വില കണക്ക് ഷറയിൽ നിശ്ചയിച്ചിട്ടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ 50 ഉറുപ്പ്യക്ക് വാങ്ങിയ ഒരു സാധനം ഒരാൾ 5000 ഉറുപ്പ്യക്കാട് വിറ്റ് വെക്കുക. ഇസ്ലാമിലൊരു കുഴപ്പമില്ല, ഇനി വഞ്ചനയും തട്ടിപ്പൊന്നും പറയില്ല. പക്ഷേ ഏത് വില അത് വിൽക്കണോ നോക്കണ്ടി, അല്ല വാങ്ങണോന്നാണ് നോക്കണ്ടി. ഈ വിലക്ക് സാധനം ഉണ്ടോ അല്ലേ, അല്ലെങ്കിൽ ഓൻ പോയത്തക്കാരനായിരുന്നുള്ളൂ. അതിലാകെ വില കയറ്റി വിൽക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഭക്ഷണ സാധനങ്ങൾ ഇല്ലാതെ വരുന്ന സമയത്തിൽ, ഭക്ഷണ സാധന സാമം വരുന്ന സമയത്തിൽ അത് പൂഴ്ത്തി വെച്ചിട്ട് ആൾക്കാരെ പ്രയാസപ്പെടുത്തിയിട്ട് ലാസ്റ്റ് വില കയറ്റി വിൽക്കുക. അത് ഹറാമാണ്. അത് മാത്രമേ അതിൽ വിലക്കപ്പെട്ടതുള്ളൂ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഏത് വിലക്കും വിൽക്കണമെന്ന് വിൽക്കാം. പക്ഷെ വാങ്ങുന്നവരെ അത് ശ്രദ്ധിക്കണം. 50 ഉറുപ്പ്യ കിട്ടുന്ന സാധനം അപ്പുറത്ത് 5000-ന് വാങ്ങിയിട്ട് ഓന്റെ കുഴപ്പമാണത്, ഓനെ പ്രശ്നം ശ്രദ്ധിക്കേണ്ടതാണ്. അത് വേറെ വിഷയം. അപ്പൊ വിൽക്കണ വില എന്നുള്ളൊരു വില ഇല്ല, ഏത് വിലക്കും വിൽക്കാം. വാങ്ങണ വില എന്നൊരു
വിലയില്ല. സാധനത്തിന് പൊതുവെ ഒരു മാർക്കറ്റ് വില ഉണ്ടാവുമല്ലോ സാധനത്തിന്റെ, ആ മാർക്കറ്റ് വില മൊത്തത്തിന് റേറ്റ് ഇടുക, വില കൂട്ടുക. ആ വില കൂട്ടിയിട്ട് ആ വിലയിൽ നിന്ന് നമ്മൾ കണക്ക് കൂട്ടിയിട്ട് അതിന്റെ ഈ പറഞ്ഞ 590 ദിർഹം വെള്ളിയിലധികം കൊല്ലം ദൈവമുണ്ടോ അതിന് കൊടുത്തോളണം. അത് നേരത്തെ പറഞ്ഞതുപോലെ മുഴുവൻ കടാണെങ്കിലും ശരി, മുഴുവൻ ഈ കച്ചവടം മുഴുവൻ കടം വാങ്ങിയതാണ് ഇവൻ, എന്നാലും കൊടുക്കണം. ചിലപ്പോൾ സാധനം കുറെ കടം കൊടുത്തു അതിൻ്റെ പൈസ കിട്ടാണ്ടാവും, എന്നാലും സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് ഒന്നും കഴിച്ചില്ലാവില്ല എന്നർത്ഥം. അപ്പൊ നമ്മളെ നാട്ടിൽ ഇപ്പൊ ഈ 2 ലക്ഷം ഉറുപ്പ്യന്റെ സാധനമൊക്കെ ഇല്ലാത്ത കച്ചവടം വളരെ കുറവേക്കാരോ. ചെറിയ ചെറിയ പീഡക്കാർക്ക് വരെ സക്കാത്ത് നിർബന്ധമാവും. പക്ഷെ അതിൽ വാങ്ങി വിൽക്കുന്ന സാധനത്തിന് മാത്രം വില കൂട്ടിയാൽ മതി. എങ്ങനെ വാങ്ങി വിൽക്കുന്ന സാധനം ഉണ്ടാവില്ലേ, അതിന് മാത്രം വില കൂട്ടിയാൽ മതി, അല്ലാത്ത ഒന്നും ഇതിൽ കൂട്ടൂല. ഇപ്പൊ റബ്ബർ, നമ്മളെ പേരെ റബ്ബർ ഉണ്ട്, റബ്ബറൊക്കെ പാലടിച്ച് റെഡിയാക്കി നമ്മൾ സീറ്റാക്കി വിൽക്കണം, അതിന് കണക്ക് കൂട്ടേണ്ട കച്ചവടത്തിൽ പെടൂല. എന്തുകൊണ്ട്? അതിന് ബൈഗി എന്നാണ് അറബിയിൽ പറയാം. ബൈഗിന് സക്കാത്ത് ഉണ്ടാവില്ല, തിജാറത്തിനാണ് സക്കാത്ത് ഉള്ളത്. തിജാറത്ത് എന്ന് പറഞ്ഞാൽ വാങ്ങി വിൽക്കണം, ചരക്ക് വാങ്ങണം എന്നിട്ട് വിൽക്കണം, അപ്പോഴാ കച്ചവടമായി. നമ്മളെ പറയേണ്ടാണ് തേങ്ങ നമ്മൾ വിറ്റാൽ അത് കച്ചവടത്തിൽ പെടൂല. കച്ചവടത്തിൽ പെടൂല പറഞ്ഞാൽ സക്കാത്തിന് പറഞ്ഞ കച്ചവടത്തിൽ പെടൂല. കച്ചവടം തന്നെയാണ്, സക്കാത്തിൽ പറഞ്ഞ കച്ചവടത്തിന്റെ പരിധിയിൽ വരൂല. അതേപോലെ തേങ്ങ കച്ചവടക്കാരുണ്ടാവും, മലഞ്ചരക്ക് കച്ചവടക്കാരൻ, ഓൻ തേങ്ങ വാങ്ങി വിൽക്കാണ്, ഓൻ കച്ചവടക്കാരൻ പറ്റി. മനസ്സിലായില്ലേ? വാങ്ങി വിൽക്കലാണ് കച്ചവടത്തിൽ പെടുക. ഈ തിജാറത്തിന്റെ സക്കാത്ത് ഉണ്ടെങ്കിൽ അതേ പെടുള്ളൂ, മറ്റത് ഈ കച്ചവടത്തിന്റെ സക്കാത്തിൽ വരൂല. അപ്പൊ വാങ്ങി വിൽക്കുന്ന വസ്തുക്കളാണ് കച്ചവടത്തിൽ വരിക. നമ്മളെ പെരയുണ്ടാകുന്ന തേങ്ങ മാങ്ങയൊക്കെ ആ കച്ചവടത്തിൽ നമ്മൾ കുറച്ച് കൊണ്ടുവച്ചു, അത് ഇതിലാണ് വിൽക്കാരിച്ച്, അത് ഇതിൽ കൂട്ടേണ്ട ആവശ്യമില്ല, അതിന് വില കൂട്ടണ്ട. കച്ചവടത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ വാങ്ങി വിൽക്കുന്ന സാധനങ്ങൾ, അത് ഏത് സാധനമാണെങ്കിലും വേണം. ഇപ്പൊ റിയൽ എസ്റ്റേറ്റിലുള്ള ആൾക്കാരുണ്ടാവും, ഇപ്പൊ കുറവാന്ന് തോന്നുന്നുണ്ട്. ഭൂമി വാങ്ങി, എന്തിനാ വാങ്ങിയത്? വിൽക്കാൻ വേണ്ടിയിട്ടാണ്. അത് കച്ചവട ചരക്കാണ്. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കച്ചവടം നടന്നിട്ടില്ല, എന്നാലും ആ ഭൂമിന്റെ വില ഇട്ടിട്ട് അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ഭൂമി കച്ചവട ചരക്കാൻ അവിടെ ഏത് സാധനമാണെങ്കിലും അങ്ങനെ വാങ്ങി വിൽക്കാം. അവൻ വലിയ വലിയ ചിലപ്പോൾ ബസ്സിന്റെ മുതലാളിമാരുണ്ടാവും, അയാൾക്ക് 10 ബസ്സുണ്ട്, അയാളെ കാത്ത് കൊടുക്കണ്ട, കാരണം അയാൾ ബസ് വിൽക്കണില്ലല്ലോ. ബസ് അയാൾ വാടക കൊടുക്കണല്ലേ ഉള്ളൂ, ബസ് വിൽക്കണില്ല. അല്ലെങ്കിൽ ഒരുപാട് പിന്നെ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ട് ഫ്ലാറ്റുകൾ ഉണ്ടാക്കിയിട്ട് വാടക കൊടുക്കാണ്, അയാൾക്ക് ലക്ഷങ്ങൾ വാടക ഇട്ടാണ്ട് അയാൾ സക്കാത്ത് കൊടുക്കണ്ട, കാരണം അയാൾ ഈ ഫ്ലാറ്റ് വിൽക്കണില്ല. അയാൾ കച്ചവടക്കാരനല്ല. ഇനി അയാൾക്ക് കിട്ടുന്ന ലക്ഷങ്ങൾ അയാൾ അക്കൗണ്ടിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് സക്കാത്ത് വേറെ കൊടുക്കണ്ടോ? അത് വേറെ, അത് പൈസന്റെ സക്കാത്തൊക്കെ വരിക. കച്ചവടത്തിന്റെ സക്കാത്ത് ഇല്ലാന്നാ പറഞ്ഞത്. അയാൾ കിട്ടിയ പൈസ ഒരു കൊല്ലം വെച്ച് കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കണം, ഒരു കൊല്ലം വെക്കാൻ ഞാൻ കൊടുക്കും വേണ്ട. അപ്പം വലിയ വലിയ ഫ്ലാറ്റുകൾക്കൊക്കെ വാടക ഉണ്ടാവും. അതേ സമയത്തിൽ മേൽവാടകക്കാരുണ്ടാവും, ഓൽ സക്കാത്ത് കൊടുക്കും വേണം. ഓല് വാങ്ങി വെക്കുന്ന ആൾക്കാരാണ് മേൽവാടകക്കാരനെ പറഞ്ഞ. ഒരാൾ ഫ്ലാറ്റ് ഓർത്തങ്ങൾ എടുക്കും, ഇത്ര ഒരു 10 കൊല്ലത്തിനോ 30 കൊല്ലത്തിനോ ലീസിനോ എന്തിനെടുക്കാന്നോ ലീസ് എടുക്കാന്നോ എന്താ പറയുന്നത്, 30 കൊല്ലത്തിന് എടുക്കും. എന്നിട്ട് പിന്നെ ഇപ്പം വേറെ ആൾക്കാർക്ക് വാടക കൊടുക്കും. ഓ സക്കാത്ത് കൊടുക്കണം, കാരണം ഓ വാങ്ങിയത് എന്താണ്? ബിൽഡിംഗ് അല്ല. ഈ ബിൽഡിങ്ങിന് ഉപകാരത്തിനോ വാങ്ങുന്നു, ആ ഉപകാരം വേറെ ആൾക്ക് വിൽക്കുന്നു. അപ്പൊ ബിൽഡിങ്ങിന് ഉപകാരം അവിടുത്തെ കച്ചവട സാധനം, ബിൽഡിംഗ് മറ്റവൻ തന്നെയാണ്. ഇവ വാങ്ങിയത് അതിന് ഉപകാരമാണ്, ഇപ്പൊ വിൽക്കുന്നതാണ്. അതിന്റെ വില കൂട്ടിയിട്ട് ഈ പറഞ്ഞ ഈ 2 ലക്ഷത്തിന് മുകളിൽ കിട്ടാണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. മേൽവാടക ആകുമ്പോ സക്കാത്ത് വേണമെന്ന് അർത്ഥം. സാധാരണ വാടകയ്ക്കെത്തില്ല, സക്കാത്തില്ല. റെഡി ആയില്ലേ? പിന്നെ അപ്പൊ എന്താ പറഞ്ഞു? വാടക പറഞ്ഞു, മേൽവാടക പറഞ്ഞു. പിന്നെ ഹോട്ടൽ പോലുള്ള കച്ചവടക്കാർക്കൊന്നും വല്ലാതെ സക്കാത്ത് ഉണ്ടാവില്ല. സാധാരണ ഹോട്ടലിലൊക്കെ കച്ചവട സാധനങ്ങൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. വലിയ വലിയ ഹോട്ടലുണ്ടാവും, ചെറിയ ചെറിയ ഹോട്ടൽ കുറച്ച് വൈദ്യം വെളിച്ചെണ്ണ കൂടെ കൂട്ടിയാലും ഇപ്പൊ ഈ പറഞ്ഞ 1.5 ലക്ഷത്തിന്റെ സാധനം ഉണ്ടാവില്ല. അത് അന്നാന്ന് ഉണ്ടാക്കി വിറ്റിങ്ങനെ പോയി അവിടെ കൊണ്ടുവരുന്ന സാധനം അങ്ങനത്തെ വേണ്ടിയില്ല. അതേ സമയത്ത് വലിയ വലിയ ഹോട്ടലിലൊക്കെ ലോഡ് കണക്കിന് വൈദ്യം എണ്ണയൊക്കെ ഇറക്കിയിട്ടുണ്ടാവും, ഓർക്ക് കൊടുക്കേണ്ടി വരും, അല്ലാത്തവർക്ക് വരില്ല. ഇനി 1-2 ഉദാഹരണം ഞാൻ അങ്ങനെ സാമ്പിളിൽ പറയുള്ളൂ, ബാക്കി ഇങ്ങനെ നമ്മൾ കൂട്ടി കൊടുക്കാവുന്ന ആള്. പിന്നെ കൂറ് കച്ചവടത്തിനാണെങ്കിൽ രണ്ടാളുടെയും കൂറ് കൂടിയാണെങ്കിൽ ഓരോരുത്തർക്കും വേറെ വേറെ വില വേണ്ട. മൊത്തത്തിൽ ഈ 2 ലക്ഷത്തിന്റെ അല്ല 1,60,000 ഇപ്പോൾ കൂട്ടി അതിന്റെ വില ഉണ്ടായാൽ മതി. രണ്ടാളും കൂടി തുടങ്ങിയ കച്ചവടമാണ്. രണ്ടാളും കൂടി തുടങ്ങാൻ ഒറ്റ കച്ചവടമാണ്. ഇവന്റെ സാധനം വേറെ, മറ്റേ സാധനം വേറെ ഇല്ല. രണ്ടാളതും കൂടി ഒറ്റ എല്ലാ സാധനവും രണ്ടാളതും കൂടി. അങ്ങനെയുള്ള കൂറ് കച്ചവടം പൊതുവെ ഉണ്ടാകുക. അങ്ങനെയുള്ള കച്ചവടക്കാരാണെങ്കിൽ മൊത്തത്തിലാണ് വില കൂട്ടുക. അല്ല രണ്ടാളതും കൂട്ടി പൗതി ആക്കിയിട്ട് ഇപ്പൊ നമ്മളത് നിസാബില്ല 1,60,000 ഇല്ല എന്നാണ് കഴിച്ചില്ലാൻ പറ്റൂല. രണ്ടാമതും കൂടി കൂട്ടാം. അതിന് സക്കാത്ത് രണ്ടാൾക്കും കൊടുക്കും ചെയ്യാം. ആർക്കും കൊടുക്കാം സക്കാത്ത്. അതിന്റെ
അല്ലല്ല, അതിപ്പോ പറഞ്ഞില്ലേ, നിങ്ങളിപ്പോ വന്നിട്ടുള്ളൂ, തുടക്കത്തിൽ തന്നെ ഉണ്ടോ? കടം എത്ര കടന്നെങ്കിലും സക്കാത്ത് കൊടുക്കണമാണ്. മുഴുവൻ കടാണെങ്കിലും കൊടുക്കണം എന്നാ നിങ്ങൾ പറഞ്ഞേ. ഈ സാധനം മുഴുവൻ കടം വാങ്ങിയിട്ടോ തുടങ്ങിയത്, അത് മുഴുവൻ കടം വിട്ടാണ്ട് കമ്പനിക്ക്, എന്നാലും സക്കാത്ത് തുടങ്ങും. അതിന് മിഷനറികൾക്കൊന്നും സക്കാത്ത് കൊടുക്കണ്ട കേട്ടോ. അവിടെ നമ്മൾ പല മിഷനറികളും ഉണ്ടാവില്ല, ഹോട്ടലിനെ മറ്റൊക്കെ, അതൊന്നും നമുക്ക് വിൽക്കാനുള്ള സാധനമല്ല, അതൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ളൂ. വാങ്ങി വിൽക്കുന്ന ചരക്ക് മാത്രമാണ് കൂട്ടേണ്ടത്. അതിൽ കട ഉണ്ടോ ഇല്ലയോ എന്നുള്ള നോട്ടല്ല. ഫുള്ള് കടാണെങ്കിലും ഞാൻ അധികം എക്സ്ട്രാ കട ഉണ്ടെങ്കിലും, ഇപ്പൊ ഒരു ഉദാഹരണം, ഒരാൾ 10 ലക്ഷം റുപ്യക്ക് കടം വാങ്ങി കച്ചവടം തുടങ്ങി, ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഓൻ 2 ലക്ഷം നഷ്ടമാണ്. അപ്പൊ ഓന്റെ എത്ര ലക്ഷം സാധനം ഉള്ളൂ? 8 ലക്ഷം ഉള്ളൂ. എന്നാലും അതിന് സക്കാത്ത് കൊടുക്കണം. അപ്പൊ 10 ലക്ഷം കൊടുക്കാണ്ട് അതിന് 8 ലക്ഷം സാധനം ഉള്ളൂ, എന്നാലും അതിന് സക്കാത്ത് കൊടുക്കണം. ഇത് നടുന്നാവുമ്പോഴുള്ള ഒരു പ്രശ്നം ഉണ്ടാവും. പുള്ളി ഇങ്ങനെ കിട്ടുമെന്നാലും ഇത് പുള്ളി ക്ലിയർ ആവുള്ളൂ. പൊതു സ്വത്തുക്കൾക്ക് സക്കാത്തില്ല. പൊതു സ്വത്ത് പറഞ്ഞാൽ പള്ളിന്റെ സ്വത്ത് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. പള്ളിന്റെ സ്വത്തോ മദ്രസന്റെ സ്വത്തോ ഇങ്ങനെ പൊതു സ്വത്തുക്കൾ ഉണ്ടാവുമല്ലോ, വ്യക്തികളുടേതല്ലാത്ത, അതിനൊന്നും സക്കാത്ത് കൊടുക്കണ്ട. അതിന് എത്ര വലിയ ഇതാണ്, തോട്ടാണെങ്കിലും കൃഷിയാണെങ്കിലും എന്താണ് സക്കാത്ത് കൊടുക്കണ്ട എന്നർത്ഥം. പിന്നെ അനന്തരം കിട്ടണുണ്ടാവും. ഒരു ഉദാഹരണത്തിന്, ഒരു കച്ചവടക്കാരനാണ് മരിച്ചിട്ട് 6 മാസമായി ഇയാൾ മരിച്ചു. പിന്നെ 6 മാസം മോനാണ് പിന്നെ അടുത്ത്. എന്നാൽ ആ കൊല്ലം കഴിയുമ്പോൾ കൊടുക്കണ്ട. മോന് കിട്ടിയത് മുതൽ കഴിഞ്ഞ് പുതിയ കൊല്ലാണ്. വാപ്പാന്റെ കൊല്ലത്തേക്ക് കൂട്ടില്ല എന്നർത്ഥം. കച്ചവടം തുടങ്ങിയതേ ഇങ്ങനെ അനന്തരം വീടുണ്ടാവുമല്ലോ. ഇതൊക്കെയാണ് ഇപ്പൊ കുറച്ച് ശ്രദ്ധിക്കാനുള്ളത് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പോൾ സ്വത്തിന് സക്കാത്തുകൾ ഏകദേശം പറഞ്ഞു. പിതൃ സക്കാത്താണ് ഞാൻ പറയാൻ ബാക്കിയുള്ളത്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണത്, വിതരണത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളും പറയേണ്ടതുണ്ട്. പിന്നെ ഇതൊക്കെ കൊടുക്കേണ്ടത് കൊല്ലം കഴിയുമ്പോഴാണ്. അത് ഇപ്പോൾ പറയാലോ. ഈ റമദാൻ മാസവും സക്കാത്ത് തമ്മിൽ കാര്യമായിട്ടൊരു ബന്ധമില്ല. അത് ഈ പറഞ്ഞതുപോലെ ഏതോ ചില ആൾക്കാർ തട്ടിപ്പാറ്റി കയറ്റിയതാണ്. റമദാനിൽ ആരെങ്കിലും കച്ചവടം തുടങ്ങാണ്ട് നിങ്ങൾ, ഞാൻ കണ്ടില്ലേ, അപൂർവമായിട്ടൊക്കെ കണ്ടെങ്കിൽ ഉണ്ടാവും. റമദാനിൽ തുടങ്ങിയ കച്ചവടം ആകുമ്പോഴല്ലേ അടുത്ത റമദാനാകുമ്പോൾ അതിന്റെ സക്കാത്ത് കൊടുക്കല്. റമദാൻ മാസം ഉള്ള കച്ചവടം കൂട്ടുകയെന്നല്ല, തുടങ്ങണമെന്ന് കാണില്ല. അതാണ് കച്ചവടം തുടങ്ങിയത് വേറെ ഏതെങ്കിലും മാസത്തിലേക്കാരം. പിന്നെ അത് കൊടുക്കൽ എപ്പോഴാണ്? റമദാനിലാണ്. അങ്ങനെ സംഭവം ഇല്ല. കൊല്ലം എപ്പോഴാണ് തയ്യുന്നത് എപ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടി. റബീഉൽ അവ്വൽ തുടങ്ങിയ അടുത്തുള്ള റബീഉൽ അവ്വൽ കൊടുക്കണം. റബീഉൽ ആഖിർ തുടങ്ങിയ അടുത്തുള്ള റബീഉൽ ആഖിറായി കൊടുക്കണം. ഇനി അത് റമദാൻ വരെ പിന്തിക്കാൻ പറ്റുമോ? പറ്റൂല. അത് ഹറാമാണ്. അത് ഹറാമാണ്. ഒന്ന് ഹറാമാണ്. രണ്ടാമത് ഇപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ റബീഉൽ അവ്വൽ തുടങ്ങിയിട്ട് ഈ റബീഉൽ അവ്വൽ ആകുമ്പോൾ കൊല്ലം തേഞ്ഞ ഒരാള് റമദാനിൽ സക്കാത്ത് കൊടുക്കാൻ വിചാരിച്ച് വെയിറ്റ് ചെയ്താൽ, ഒന്ന് ഈ 6 മാസം ഓൻ ഹറാമായി വെയിറ്റ് ചെയ്തത്. രണ്ടാമത് ആ കച്ചവടത്തിന്റെ 2.5% ഫക്കീർ മിസ്കീന്മാരായി മാറിയിട്ടുണ്ട്. ഇനി അതിൽ ആ കച്ചവടം തന്നെ ശരിയാവില്ല. ഈ സക്കാത്തിന്റെ സാധനം ഓന്റെ അല്ല, പാവങ്ങളുടെതായി മാറിയില്ലേ. പിന്നെ ആ പാവങ്ങളുടെ സാധനം ഇപ്പം വിറ്റാ ശരിയാവും. അപ്പൊ ഇപ്പം വിൽക്കണതിലൊക്കെ 2.5% കച്ചവടം ശരിയാവില്ല, ബാക്കി കച്ചവടം ശരിയാവുള്ളൂ. അപ്പൊ കച്ചവടത്തിന് വരെ അത് ബാധിക്കും. പിന്നെ അത് വെയിറ്റ് ചെയ്തിട്ട് റമദാൻ വരെ പിന്തിക്കാൻ പറ്റൂല എന്നർത്ഥം. ഒന്ന് ഹറാമാണ്, രണ്ടാമത് ആ കച്ചവടം ശരിയാവില്ല. പിന്നെ അപ്പൊ അതുകൊണ്ട് ടൈമായി കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കണം. അത് പിന്നെ പിന്തിക്കാൻ പറ്റൂല. റമദാൻ വരെ പിന്തിക്കാൻ പറ്റൂല. റമദാൻ മാസക്ക് സക്കാത്ത് പിന്തിച്ചു കൊണ്ടേ കൊടുത്താൽ കൂലി തോനെ കിട്ടുന്നാണ് വിചാരിക്കുന്നത്. അങ്ങനല്ലാതെ ഹറാമാണ്, കുറ്റാണ് കിട്ടുന്നത്. അത് ടൈമായി കൊടുക്കണം. എന്നാൽ ഞാനൊരു മാർഗമാണെങ്കിൽ ഒരാൾക്ക് റമദാൻ കൊടുക്കാൻ ഭയങ്കര പൂതിയാണ് വെച്ചെങ്കിൽ എന്ത് ചെയ്യാ, അടുത്ത കൊല്ലം കൊടുക്കാനുള്ള സക്കാത്ത് വേണം മുന്തിച്ച് റമദാനിൽ കൊടുക്കാം. കുറെ കൊല്ലത്ത് പറ്റൂല, ഒറ്റ കൊല്ലത്തെ. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ കഴിഞ്ഞ റബീഉൽ അവ്വൽ സക്കാത്തൊക്കെ കൊടുത്തു. ഇനിയിപ്പോ ഈ റബീഉൽ അവ്വൽ ഈ റമദാൻ വന്നപ്പോ അടുത്ത റബീഉൽ അവ്വൽ കൊടുക്കേണ്ട സക്കാത്ത് എന്ത് ചെയ്യാ, മുന്തിച്ച് വേണേ കൊടുക്കാം. പക്ഷെ മുന്തിച്ചു കൊടുക്കുമ്പോഴും ഇവരടുത്ത് കൃത്യമായ കണക്കുണ്ടായിരിക്കണം. കണക്കൂട്ടേണ്ട എപ്പോഴാണ്? കണക്കൂട്ടേണ്ടത് റബീഉൽ അവ്വലാണ്. ഇപ്പൊ തൽക്കാലം കുറച്ച് സക്കാത്ത് നിയ്യത്ത് ചെയ്ത് കൊടുക്കാം കച്ചവടത്തിന്റെ അറിഞ്ഞിട്ട്. പക്ഷെ കണക്ക് ഇപ്പൊ കൂട്ടണം, റബീഉൽ അവ്വൽ കൂട്ടണം. ഒന്ന്. രണ്ടാമത് കൊടുത്ത ആൾക്കാരുടെ പേരും ലിസ്റ്റും എന്റെ അടുത്ത് വേണം. ഈ കൊടുത്ത ആള് ഈ റബീഉൽ അവ്വൽ ആവുമ്പോ സക്കാത്തിന്റെ അവകാശമായിട്ട് അവിടെ ഇല്ലെങ്കിൽ ഒന്നും കൂടി കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഒരാൾക്ക് സക്കാത്ത് കൊടുത്തു റമദാൻ മാസത്തിന്, മുന്തിച്ചു കൊടുത്താണ്. കൊടുത്തു കഴിഞ്ഞ് അയാൾ റമദാൻ കഴിഞ്ഞ് അയാൾ മരിച്ചുപോയി. ചിലപ്പോൾ വയസ്സായ ആൾ രോഗിക്കൊക്കെ കൊടുത്തിട്ടുണ്ടാകുക. അയാൾ മരിച്ചുപോയി. നമ്മൾ റബീഉൽ അവ്വൽ കണക്കൂട്ടി നോക്കുമ്പോൾ ആർക്കെ കൊടുത്തിനെ, നമ്മൾ ഇന്നടുത്ത മയമാക്കൊക്കെ കൊടുത്ത ആള് മരിച്ചുവല്ലോ, ഒന്നാം സക്കാത്ത് ഒന്നും കൂടി ഇഞ്ഞു കൊടുക്കേണ്ടി വരും.
മുന്തിച്ചു കൊടുത്താൽ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കേണ്ടിയുണ്ട്. സക്കാത്തിന്റെ അവകാശം അല്ലെങ്കിൽ അയാൾ മലയാളി, അയാൾ മോനോ അയാൾ ഗൾഫിക്കട്ട് പോയി, ഓ പച്ച സാധുവിനെ ഗൾഫിക്കട്ട് പോയോ നല്ല ജോലിയൊക്കെ കിട്ടിയോ ഇപ്പൊ മലയാളിയാണ്. നമ്മൾ സക്കാത്ത് കൊടുത്തപ്പോ പാവേനി, പക്ഷെ നമ്മൾ മുന്തിച്ചു കൊടുത്തേനി, കൊടുക്കേണ്ട സമയമായപ്പോ സക്കാത്തിന്റെ അവകാശം എല്ലാം നിൽക്കുക. എന്നാൽ ആ സക്കാത്ത് അവിടെ ഇനി വേറെ കൊടുക്കണം. അപ്പൊ സമയമാകുമ്പോ കണക്ക് കൂട്ടണം, അവകാശം നോക്കണം, അതൊക്കെ റബീ ലെവലിൽ ഇറക്കണം. എന്നിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മുന്തിച്ചു കൊടുക്കാം. ഇങ്ങനെ മുന്തിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ മിക്കവാറും ആരും കൊടുക്കൂല. അത് ചിലപ്പോൾ രണ്ടാമത് കൊടുക്കേണ്ടി വരില്ലേ, എന്താമത് കൊടുത്തിട്ട് കാര്യം. അപ്പൊ അതുകൊണ്ട് റമദാനിൽ സക്കാത്ത് കൊടുക്കാൻ എന്നുള്ള പരിപാടി തൽക്കാലം നിർത്തിക്കുക. കിതാബിലോടി റമദാനിൽ സക്കാത്ത് കൊടുക്കാൻ കഥ പറഞ്ഞിട്ടില്ല. കിതാബ് പറഞ്ഞ റമദാനിൽ സദക്ക അധികരിപ്പിക്കുക എന്നാണ്. അപ്പൊ സദക്ക കൊടുക്കാൻ അധികരിപ്പിക്കാൻ, സദക്ക കൊടുക്കാൻ ഏതോ പിസ്കുള്ള മലയാളിമാർ രണ്ടും കൂടി നേരത്തെ ജമാഅത്തേർക്ക് കാട്ടിമാരി ഇത് ഈ സദക്കയും സക്കാത്തും കൂടി ഒന്നിച്ചാക്കാൻ വേണ്ടി നിങ്ങൾ മുന്തിച്ചതാ എനിക്ക് തോന്നുന്നുണ്ടേ അല്ലേ. സദക്ക അല്ല കൊടുക്കേണ്ടി റമദാനിൽ. ആ സദക്ക കൊടുക്കണതിന് പകരം ചെയ്തു സക്കാത്താണ് കൊടുത്താൽ മതിയല്ലോ. എന്നാ പിന്നെ സദക്ക വേറെ കൊടുക്കാതെ ഗച്ചിലായിട്ടുള്ള വിചാരിച്ചിട്ട് എന്തോട് തട്ടിപ്പ് നടന്നാണ് അവിടെ. അല്ലാതെ റമദാനിൽ കൊടുക്കേണ്ടത് സക്കാത്തല്ല, സദക്കയാണ്. സുന്നത്തായ സദക്ക കൊടുക്കുക, അതാണ് റമദാൻ മാസത്തിന് കയ്യിൽ കൊടുക്കുക. കൊടുക്കണ്ടേ കൊടുക്കണ്ട, അല്ല സക്കാത്ത് റമദാനിൽ കൊടുക്കാന്ന് പറഞ്ഞ പരിപാടി ഇല്ല. പിന്നെ ഉണ്ട് എപ്പോ റമദാനിൽ പൈസ ഉണ്ടാക്കണം. ചിലപ്പോൾ ഉസ്താദ്മാർക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. റമദാൻ മാസം കുറെ പൈസ കിട്ടിയാണ് സ്റ്റോക്ക് വെച്ചാൽ പിറ്റത്തെ കൊല്ലം റമദാൻ ആകുമ്പോഴേക്കും അവർക്ക് കൊല്ലം തയ്യാ, അതുപോലെ പിന്നെ റമദാനിൽ സക്കാത്ത് കൊടുക്കേണ്ടി വരും. കൊല്ലം തയ്യാറ് റമദാനിലേക്കാരോ അങ്ങനെയൊക്കെ അപൂർവം ആൾക്കാർക്കൊക്കെ ഉണ്ടാവും. അല്ലെ റമദാനിൽ വല്ല കച്ചവടം തുടങ്ങിയാല് ആ കച്ചവടം തുടങ്ങുമ്പോ റമദാനിൽ എന്താവും, അപൂർവമായിട്ട് ചിലപ്പോൾ കച്ചവടം റമദാന് എന്തെങ്കിലും ഒരു കച്ചവടം രാത്രി കച്ചവടം എന്നൊക്കെ റമദാന് തുടങ്ങിയ ആൾക്കാരുണ്ടാവുമല്ലോ. ചിലപ്പോ ഓർക്കൊക്കെ റമദാനിനെ കാത്ത് കൊല്ലം തയ്യാപ്പോ കത്ത് കൊടുക്കാം. അല്ലാത്തവര് റമദാൻ കാത്തിക്കരുത്, കൊല്ലം തേഞ്ഞാൽ കൊടുക്കുക. മുന്തിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കണം. അല്ലാതെ മുന്തിച്ചു കൊടുത്താൽ പിന്നെ കണക്ക് കൂട്ടുമ്പോ ആള് റെഡി ആയിട്ടില്ല പ്രശ്നം ഒന്നർത്ഥം. ശരിയായപ്പോ സമയത്തും കഴിയാനേ. അടുത്ത പിന്നെ ഫിത്ർ സക്കാത്താണ്. പിന്നെ അവകാശികൾക്കുള്ളതാണ് കൊടുക്കല്. ഫിത്ർ സക്കാത്ത് ഫിത്ർ സക്കാത്ത് റമദാനായിട്ട് ചെറിയ ബന്ധം കിട്ടും. റമദാനും സക്കാത്ത് തമ്മിൽ ആകെയുള്ള ബന്ധം ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് ഇവിടെ അല്ല, റമദാനല്ല, സവ്വാലാണ്. സവ്വാൽ മാസപ്പിറവി കണ്ടാലേ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടിയുള്ളൂ. അതിന് മുമ്പ് ഫിത്ർ സക്കാത്ത് ഇല്ല. പക്ഷേ ഫിത്ർ സക്കാത്ത് വേണമെങ്കിൽ റമദാനിൽ മുന്തിച്ചു കൊടുക്കാം. അങ്ങനെ ഒരു ചെറിയൊരു ബന്ധമുണ്ട്. റമദാന് മുമ്പ് കൊടുക്കാൻ പറ്റില്ല, റമദാൻ മാസത്തിൽ മുന്തിച്ചു കൊടുക്കാം. ഇതാണ് സക്കാത്തും റമദാൻ തമ്മിൽ ആകെ ഒരു ബന്ധം. മുന്തിച്ച് റമദാനിൽ വേണം മുന്തിച്ചു കൊടുക്കാം ഫിത്ർ സക്കാത്ത്. മറ്റേ മുന്തിച്ചു കൊടുക്കൽ റമദാനിൽ മാത്രമല്ല എപ്പോഴും പറ്റൂട്ടോ. ഏത് സക്കാത്ത് മുന്തിച്ചു കൊടുക്കാന്ന് പറഞ്ഞല്ലോ, അത് റമദാനിലല്ലാത്തപ്പോഴും പറ്റും. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളെ കുടുംബത്തിൽ ഏതോ ഒരു സാധു മനുഷ്യൻ, ഉദാഹരണത്തിന് ഉപകാരം ചില ആൾക്കാർ ഉപകാരം വരെ ഒരു സാധു മനുഷ്യൻ നമ്മുടെ കുടുംബത്തിലെ പാവപ്പെട്ട ആള്, അയാൾക്ക് പിന്നെ അയാൾ പെരപ്പണിയോ കുടിരിക്കലോ എന്തോ പ്രശ്നമുണ്ട്, ഒരുപാട് പ്രയാസമാണ്. അപ്പൊ അയാൾക്ക് ഭയങ്കര പ്രയാസം വന്നപ്പോൾ അവിടെ നിന്ന് ചോദിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കച്ചവടത്തിന്റെ സക്കാത്ത് മുന്തിച്ചു കൊടുക്കാണ് നിയ്യത്ത് ചെയ്തിട്ട് വേണമെങ്കിൽ അയാൾക്ക് കൊടുക്കാം. അങ്ങനെ കൊടുത്താല് നമ്മൾ ഇയാൾ കണക്ക് ചെയ്തിച്ചാൽ മതി. എന്നാൽ നമ്മളിപ്പോ ചിലപ്പോ കുടുക്കിയിട്ടുണ്ടാവും, മനസ്സിലായോ? അത് ഒന്നുകൂടി പറയാം. നമ്മളെ കച്ചവടം ചിലപ്പോ കടത്തിലേക്കാരോ, കച്ചവടം സക്കാത്ത് കൊടുക്കുവാണ് നമ്മൾ. അപ്പൊ നമ്മളെ കുടുംബത്തിൽ പറയാൻ പാവപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടാവും. ഓലെ കല്യാണം കുടിരിക്കലൊക്കെ വരുമ്പോ സമയത്തിൽ എന്ത് ചെയ്യാം, നമ്മള് സക്കാത്താണ് നിയ്യത്ത് വെച്ച് മുന്തിച്ചു കൊടുക്കാൻ നിയ്യത്ത് വെച്ചിട്ട് ഓൽക്കാണ് കൊടുക്കുക. എന്നിട്ട് അത് കണക്കെഴുതിയേക്കാം. അങ്ങനെ കണക്കെഴുതി വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മരിച്ചോലും മുതലാളിമാരൊക്കെ വളരെ അപൂർവ ആൾക്കാരുണ്ടാവുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ സക്കാത്ത് ഈ കൊടുക്കൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ ഒരു ഉപകാരം ആണെങ്കിൽ അങ്ങനെ കടലുള്ള ആൾക്കാർക്കൊക്കെ അങ്ങനെ ചെയ്യാൻ മാർഗമുണ്ടെന്ന് അർത്ഥം. ഒരു എളുപ്പമായി പറഞ്ഞോളൂ. ഇനി തോന്നെ പറഞ്ഞിട്ടില്ല, എല്ലാവർക്കും ഏകദേശമൊക്കെ റേഞ്ച് പോയിരുന്ന എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഫിത്ർ സക്കാത്ത് പറഞ്ഞാൽ ഒരാൾക്ക് കൊടുക്കേണ്ടത് ഒരു മുത്ത്. അത് ഷവ്വാൽ മാസപ്പിറവി കാണുന്ന ഷവ്വാലിന്റെ അന്നത്തെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തിൽ ജീവനോടുള്ള ആൾക്കാർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതിന് തൊട്ട് മുമ്പ് മരിച്ച ആൾക്ക് കൊടുക്കണ്ട, അതിന് ശേഷം ജനിച്ച കുട്ടിക്കും കൊടുക്കണ്ട. അതൊക്കെ നമ്മൾ സാധാരണ പറഞ്ഞ അവസരം എല്ലാവർക്കും അറിയിക്കാൻ അപൂർവമാണ്. പിന്നെ സക്കാത്ത് കൊടുക്കേണ്ടതാണ്. പിന്നെ അന്നത്തെ രാത്രിയും പകലും, പെരുന്നാളിന്റെ രാത്രിയും പകലും അവനും ചെലവെടുക്കൽ നിർബന്ധമായ ആളുകൾക്കുള്ള ഭക്ഷിക്കാനും വസ്ത്രവും പാർപ്പിടൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആളുകൾക്കാണ് നിർബന്ധമാകുക. അതിൽ കടം കൂട്ടുട്ടോ. ഫിത്ർ സക്കാത്തിൽ കടം കൂടി കഴിച്ചിട്ട് കൊടുക്കാനുള്ള ആൾക്കാർ കൊടുത്താൽ മതി. ബാക്കിയുള്ള സക്കാത്തിൽ നമ്മൾ കടം പരിഗണിക്കൂല, അറിഞ്ഞില്ലേ? ഫിത്ർ സക്കാത്തിൽ കടം പരിഗണിക്കും.
പരിഗണിക്കും. അതായത് ഇപ്പോൾ ഒരാൾക്ക് 10 ലക്ഷം റുപ്യ കടമുണ്ട്, ഓന് താമസിക്കാനുള്ള പേരും ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വിറ്റാലും ആ കടം വീട്ടാൻ കഴിയൂല. അത്ര കടലാണെങ്കിൽ ഓൻ ഫിത്ർ സക്കാത്ത് കൊടുക്കണ്ട. ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നിടത്ത് അങ്ങനെ കടം കൂടി കഴിച്ചിട്ട് ബാക്കി പെരുന്നാളിന് അന്നത്തെ രാവിലെ ചെലവ് കഴിച്ചിട്ട് ബാക്കിയുള്ള ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടേ ഉള്ളൂ. ഒരാൾക്ക് കൊടുക്കേണ്ടത് ഒരു സാ ആണ്. ഒരു സാ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ലിറ്ററും 200 മില്ലി ലിറ്ററും. അതാണ് അതിന്റെ അളത്തം. അളത്താണ് ശറയിൽ പരിഗണിക്കുക. തൂക്കം ഈ വിഷയത്തിൽ പരിഗണിക്കാനല്ല. ഇനി എത്ര കിലോനാണെന്ന് ചോദിക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത് അർത്ഥം. എത്ര കിലോനാണ് പരിഗണിക്കാത്തത്? എന്തുകൊണ്ടാണ്? ധാന്യങ്ങളൊക്കെ ശറയിൽ അളത്തത്തിൽപ്പെട്ടതാണ്. 3 അളവുള്ളത്. ഒന്ന് തൂക്കളത്തം, ഒന്ന് പഴയ കാലത്ത് പറയുന്ന ആൾക്കാർ തൂക്കളത്തം, താപ്പളത്തം, കോലളത്തം അല്ലെ. കോലളത്തം എന്ന് പറഞ്ഞാൽ നമ്മളെ മീറ്റർ പിന്നെ ഇതൊക്കെ ആയിട്ട് അളക്കണ ആൾക്കാർ കോലളത്തം. പിന്നെ താപ്പളത്തം എന്ന് പറഞ്ഞാൽ പാത്രത്തിൽ അളക്കണതുണ്ടാവും. തൂക്കളത്തം എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നെ കിലോന് ആയിട്ട് വരിക. അപ്പൊ കിലോന് ലിറ്ററൊക്കെ ഇതായിട്ട് ലിറ്റർ നമ്മളെ താപ്പളത്തിൽപ്പെട്ടാണ്. ഈ പാത്രം കൊണ്ടുള്ള അളവാണ് ധാന്യങ്ങളിൽ പരിഗണിക്കുള്ളൂ. ഷറയിൽ ഏത് വിഷയത്തിലെ പരിഗണിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഒരു 3 ലിറ്ററും 200 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കടയിൽ ചെന്നിട്ട് 10 ജാതി അരി ഉണ്ടാവും. ഓരോ പാത്രത്തിൽ നിന്ന് അരി എടുത്ത് ഓരോ ചാക്കുന്ന് എടുത്ത് തൂക്കിയാൽ വ്യത്യസ്ത തൂക്കങ്ങളേക്കാരം. അതുകൊണ്ട് ഇന്ന തൂക്കാൻ നമുക്ക് പറയാൻ കഴിയൂല. ഏത് അരിയാണ് നിങ്ങൾ കൊടുക്കണമെന്ന് അറിയില്ലല്ലോ. നല്ല കനമുള്ള അരിയാണെങ്കിൽ ചിലപ്പോൾ അത് 3 കിലോനൊക്കെ വേണ്ടി വരും. കനം കുറഞ്ഞ അരിയാണെങ്കിൽ ചിലപ്പോൾ 2600 2700 ഒക്കെ ഉണ്ടായാൽ ചിലപ്പോൾ മതിയാവും. അപ്പൊ പല ജാതി അരികളുണ്ടാവും. അരി ഏതാ കൊടുക്കണമെന്ന് അറിയാത്തതുകൊണ്ട് നമുക്ക് തൂക്കം പറയാൻ കഴിയില്ല. അളത്താണ് പരിഗണിക്കുക. ഇന്ന് പിന്നെ അതിനൊക്കെ മുത്തിന്റെ പാത്രം ഒക്കെ വാങ്ങാൻ കിട്ടും. മുത്തിന്റെ പാത്രം കിട്ടുമെങ്കിൽ 4 മുത്ത് അളന്നാൽ ഒരു സഹായി. പിന്നെ ഒന്നും ആലോചിച്ചില്ല. അരി അങ്ങനെ ഒരു മുത്തുപാത്രം ഒന്ന് പലയിടത്തും വാങ്ങാൻ കിട്ടണാണ്. അത് വാങ്ങിക്കഴിഞ്ഞാൽ 4 ഇനിയിപ്പോൾ പള്ളിക്കലോ അവിടെ ഒന്നും കമ്മിറ്റിക്കാരൊന്നും വാങ്ങിച്ചാലും മതി. നാട്ടുകാർക്കൊക്കെ കൊണ്ട് അളക്കാലോ, നേരത്തെ അളന്നേക്കാലോ. അതിന് സൗകര്യമുള്ള സംഗതിയാണ്. എന്നാൽ പിന്നെ ഈ വസ്വാസം ഉണ്ടാവില്ല. എന്നിട്ട് എത്ര കിലോ എത്ര അല്ലെങ്കിൽ ഒരു പീഡിയ കച്ചവടം നടത്തുന്ന ആളെ ഏറ്റെടുത്താലും മതി. ഓനൊരു സാഹ് പറഞ്ഞത് ഇവിടുന്ന് ഓരോരുത്തരെ സക്കാത്ത് കണക്ക് അളന്നു കൊടുക്കേണ്ട അയാൾക്ക് കച്ചവടം കൂട്ടും ചെയ്യും. എല്ലാവർക്കും എത്ര ആളാന്ന് ചോദിച്ചാൽ അയാൾ അളന്നിട്ട് തൂക്കിയാൽ കൊടുത്താൽ മതി. അങ്ങനെ സൗകര്യം ഉണ്ട് അതിന്. അപ്പൊ അതാൾക്കുണ്ട്. പിന്നെ അത് ധാന്യം തന്നെ കൊടുക്കണം. നാട്ടിലെ മുഖ്യ ഭക്ഷണം അരി ആയതുകൊണ്ട് അരി കൊടുക്കുക നമ്മളെ നാട്ടിൽ. അതിനിപ്പോ അരി ആൾക്കാർക്ക് വേണ്ട, നെയ്ച്ചോറിന്റെ അരിയോ ഒക്കെ അല്ലെങ്കിൽ ബസ്മതിയോ അല്ലെങ്കിൽ മന്തിന്റെ അരിയൊക്കെ വാങ്ങി കൊടുത്തു എല്ലാവർക്കും വേണ്ടി വരും. അപ്പൊ അരി വേണ്ടറിഞ്ഞ് വേചാറേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് പൈസ കൊടുത്താൽ ശരിയാവില്ല. ഇപ്പൊ ഗൾഫിലൊക്കെ പലയിടത്തും ഒരു പൈസ കൊടുക്കാന്ന് പറഞ്ഞത്. അതിന് ധാന്യം തന്നെ കൊടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സക്കാത്തിന്റെ നിയമം പാലിച്ചുകൊണ്ട് ധാന്യം കൊടുക്കുന്നത് ധാന്യം തന്നെ കൊടുക്കണം. അത് നമുക്ക് മാറ്റാൻ പറ്റൂല എന്നർത്ഥം. വില കൊടുത്താൽ മതിയാവൂല. പിന്നെ ഇത്രയാണ് ഇപ്പോൾ അതിൽ അത്യാവശ്യമായിട്ട് പറയാൻ തോന്നുന്നുണ്ട്. ഫിത്ർ സക്കാത്ത് പിന്നെ അത് എല്ലാവർക്കും അറിയിക്കാറ്. പിന്നെ അത് പെരുന്നാൾ നിസ്കാരത്തിന്റെ ശേഷത്തേക്ക് ബന്ധിക്കൽ കറാത്താണ്. പെരുന്നാളിന് സൂര്യൻ അസ്തമിച്ച് അതിന്റെ അപ്പുറത്തേക്ക് പോലെ ആറാമാണ്. പിന്നെ അത് കൊടുക്കേണ്ടത് അവനെ നാട്ടിൽ തന്നെയാണ്. നാട്ടിൽ അവകാശം ഇല്ലെങ്കിൽ അടുത്ത നാട്ടിൽ കൊടുക്കാം എന്ന് ചോദിച്ചോണ്ട് ആരും ചോദിച്ചു ഇല്ലല്ലേ? എങ്ങനെ അത് എല്ലാത്തിനും അവകാശമുള്ള ഒന്നാണ് ഇനി പറയണ്ടേ. അതിപ്പോ നമ്മൾ പറഞ്ഞിട്ടില്ല. അവകാശം പറഞ്ഞില്ല അല്ലേ? അവകാശങ്ങളാണ് ഞാൻ അടുത്ത് പറയല്ലേ. വിതരണം ചെയ്യേണ്ട രൂപങ്ങൾ എല്ലാ സക്കാത്തിന്റെ അവകാശങ്ങളും ഒന്ന് തന്നെയാണ്. അത് വിതരണം ചെയ്യേണ്ട രൂപം പറയണ്ടേ. ഇത് ബാക്കിയൊക്കെ റെഡിയായോ? മൊത്തത്തിൽ സക്കാത്തിന്റെ അവകാശം പറഞ്ഞു ചെയ്യാം അല്ലേ? സക്കാത്തിന്റെ അവകാശമായിട്ടുള്ളത് 8 വിഭാഗം ആൾക്കാരാണ്. 8 വിഭാഗം ആൾക്കാരാണ് സക്കാത്തിന്റെ അവകാശമായിട്ടുള്ളത്. അതൊന്ന് പിന്നെ ഫക്കീർ. ഫക്കീർ പറഞ്ഞ ആരാണ്? ഫക്കീർ എന്ന് പറഞ്ഞാല് പിന്നെ ഓൻ ചെലവുകൾക്ക് നിർബന്ധമായ ആളുകൾക്കും ആവശ്യമാകുന്നതിന്റെ ഒരു സ്ഥാനത്ത് വാക്കിയാണ് ഇത് പോലും കിട്ടാത്ത ആള്. ഇപ്പൊ ഉദാഹരണത്തിന് പറയാണ്, ഒരു പെരയില് ഒരു ശരാശരി ഒരു ദിവസത്തിന്റെ ചെലവ് കൂട്ടുമ്പോൾ 1000 റുപ്യ വരും നിൽക്കുക. 1000 റുപ്യ വരുന്ന ഒരാൾക്ക് 800 റുപ്യ ഓന് വരുമാനം ഉണ്ടെങ്കിൽ ഓൻ എന്ത് ചെയ്യാ? ഓൻ മിസ്കിനെ ആവുള്ളൂ, ഓൻ ഫക്കീർ ആവില്ല. ആ ഓന് വരുമാനം 400-500 ഒക്കെ ഉള്ളൂ. 800 റുപ്യ 1000 റുപ്യ ചെലവുള്ള ഒരാൾക്ക് 500 കിട്ടിയാൽ ഓന് ഒപ്പിച്ചു പോകാൻ കഴിയില്ലല്ലോ. അപ്പൊ ഓനാണ് ഫക്കീർ പറഞ്ഞത്. അങ്ങനത്തെ ഫക്കീർമാരെ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടമോ ഉണ്ടാവും ഇന്നത്തെ കാലത്ത്. അതാണ് ഫക്കീർ പറഞ്ഞത്. പിന്നെ മിസ്കീൻ എന്ന് പറഞ്ഞതാ നേരത്തെ ഈ പറഞ്ഞതുപോലെ എത്രയുള്ള ആള് 800 ഒക്കെ കിട്ടുന്നുണ്ട്. ഏതൊരു 1000 ആവശ്യമുള്ള 1000 ആവശ്യം ഒരു ഉദാഹരണം വെച്ചാണ്ടോ ഓരോരുത്തർ ആവശ്യത്തിന് വ്യത്യാസം ഉണ്ടാവും. ആ ഒരു ആവശ്യമുള്ള ആളാണെങ്കിൽ ഓന് എത്ര കിട്ടുന്നുണ്ട്? 800 ഒക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ ഓൻ ആരാണ്? മിസ്കീനാണ്. ഇവർ
രണ്ടാളുമാണ് ഈ രണ്ട് വിഭാഗം ആളുകൾ. ഇപ്പൊ നമുക്ക് അറിയാവുന്ന രണ്ട് വിഭാഗം ആളുകളാണ്. പിന്നെ ഇനി അടുത്തൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ സംശയം ചോദിക്കാൻ വെച്ചാൽ മതി. വേറെ എന്നുള്ളത് ആമിൽ എന്നുള്ള നമ്മളെ നാട്ടിൽ ഉണ്ടാവില്ല. ഇസ്ലാമിക ഭരണമുള്ളടത്ത് സക്കാത്തിന്റെ അവകാശികളിൽ നിന്ന് സക്കാത്ത് വാങ്ങിക്കൊണ്ടുവരാൻ ഗവൺമെന്റ് ചില ആളുകൾ നിശ്ചയിക്കും. ആ നിശ്ചയിച്ച ആളുകൾക്ക് സക്കാത്ത് കൊടുക്കുക. ഒരു മുതലാളിമാരാണെങ്കിലും പാവപ്പെട്ടവർ, അതാ നേരത്തെ പറഞ്ഞ മുതലാളിമാർക്കും സക്കാത്ത് ഇട്ട് പറഞ്ഞത്. ഒരു മുതലാളിമാരാണെങ്കിൽ പാവപ്പെട്ടവരാണ്, ഓൽക്കൊക്കെ അത് പറ്റും. വേറൊന്ന് മുഅല്ലഫത്ത് ഖുലൂബാണ്. മുഅല്ലഫത്ത് ഖുലൂബ് എന്ന് പറഞ്ഞാല് പിന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആൾക്കാർ, പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാർ, എന്നിട്ട് അവർ ഇസ്ലാമിനോട് ഉറച്ചിട്ടില്ല, അങ്ങനത്തെ ആളുകൾ. പിന്നെ ഒരു മുസ്ലിം ആയതിന് ഇനിയും ചിലപ്പോൾ വിശ്വാസമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അത്ര ഉറപ്പായിട്ടില്ല. അങ്ങനത്തെ ആൾക്കാർ ഓര് എത്ര വലിയ മുതലാളിയാണെങ്കിലും സക്കാത്ത് കൊടുക്കുക. അംബാനി നാളെ ഇസ്ലാമിലേക്ക് വന്നാൽ ഓനും സക്കാത്ത് കൊടുക്കുക. അതായത് പറഞ്ഞ മുതലാളിമാർ സക്കാത്തിന് അവകാശമുണ്ട് പറഞ്ഞതാ. ഓൻ പാവപ്പെട്ടവെന്നുള്ള വകുപ്പിലല്ല, ഓൻ മുഅല്ലഫത്ത് ഖുലൂബ് എന്നുള്ള നിലക്കാണ് പറയണത്. അത് തോന്നെ വിഷയത്തായിട്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല, ഇയാൾ ഉറപ്പാക്കേണ്ടി. അതുപോലെ തന്നെ ആരാണ് കടക്കാര്? ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാണെന്ന്. കടക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ സാധാരണ കടം വീട്ടാൻ സ്വത്തില്ല, ഒരുപാട് കടമുള്ള ആള്, കടം വീട്ടാൻ സ്വത്തില്ലാത്ത ആള്, ഓൻ കടം വീട്ടാനുള്ള സക്കാത്ത് എടുത്തു കൊടുക്കാം. ഓ മാത്രമല്ല, ഇനി വേറെ ചില ആൾക്കാരുണ്ട്, മുതലാളിമാരും കടക്കാരുണ്ട്. ഒരു നാട്ടിലൊരു പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ പള്ളി പണി അംഗീകരിച്ചോളി. നമ്മളെ നാട്ടിലൊരു പള്ളി അത്യാവശ്യമാണ്, ചൊറുക്കൂട്ടാനെന്നല്ല, അത്യാവശ്യം ഒരു പള്ളിയാണ്. അപ്പൊ പള്ളിക്ക് പൈസ ആണില്ല. അപ്പൊ എന്ത് ചെയ്തു, വലിയ മുതലാളിയാണ് കമ്മിറ്റിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ. പക്ഷെ അയാൾ പള്ളി പണിക്ക് വേണ്ടി അയാളെ പൈസ എടുക്കാതെ അയാൾ കുറച്ച് കടം വാങ്ങിയ പള്ളിന്റെ പണി തീർത്തു. എന്നാൽ ആ മസലത്തിന് വേണ്ടി കടം തീർക്കാൻ വേണ്ടി അയാൾക്ക് സക്കാത്ത് കൊടുക്കാം. ആ കടം വീടുന്ന പൈസ സക്കാത്ത് കൊടുക്കാം. ഇനിയല്ല, നാട്ടിൽ രണ്ടാൾക്കാരുടെ പ്രശ്നമായി. ഒരാൾ പറഞ്ഞു എനിക്ക് 1 ലക്ഷം രൂപ തരാണ്ട് പറഞ്ഞു, മറ്റോ പറഞ്ഞു തരാനില്ല. ഒരു നിലക്കും അത് തെളിയിക്കാനും പ്രശ്നം നടക്കാൻ, രണ്ടാളും കുടുംബമൊക്കെ പ്രശ്നമാണ്. അപ്പം നാട്ടിൽ കാരണൂരിൽ ഇറങ്ങിയിട്ട് മധ്യസ്ഥൻ പറഞ്ഞു, എനിക്ക് 1 ലക്ഷം രൂപ ഞാൻ തരാം. മറ്റോട് പറഞ്ഞു കൊടുക്കും വേണ്ടായിരുന്നു, നിങ്ങൾ നമ്മൾ പ്രശ്നം തീർത്താൽ മതിയായിരുന്നു. എന്നിട്ട് അയാൾ ഈ 1 ലക്ഷം രൂപ അയാളെ പൈസ ഒന്നും കൊടുക്കാതെ അയാൾ കടം വാങ്ങിക്കൊടുത്തു. കടം വാങ്ങിക്കൊടുത്താൽ ആ കടം വീട്ടാള് ഇയാൾക്ക് എന്ത് ചെയ്യാം, സക്കാത്ത് കൊടുക്കാം. അപ്പൊ മുതലാളിമാരും കടക്കാരും എന്നുള്ള വകുപ്പിന് സക്കാത്ത് വാങ്ങാൻ പറ്റുന്നുണ്ടാവുന്നു. ഇങ്ങനെ പല വിഭാഗം ആൾക്കാരുണ്ട് സക്കാത്ത് വാങ്ങാൻ പറ്റുന്ന ആൾക്കാർ. പിന്നെ അതുപോലെ തന്നെ പിന്നെ അടുത്ത അവകാശങ്ങളാണ് ഓരോ കൂടുതൽ വിശദീകരിക്കുന്ന അടുത്ത സബീലില്ല, അള്ളാന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്ന ആൾക്കാർ. അതിപ്പോ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ആ യുദ്ധം നടക്കുന്ന സമയമല്ല. അങ്ങനെ യുദ്ധം നടക്കുന്ന ഒരു രാജ്യത്താണെങ്കിൽ എത്ര വലിയ മുതലാളിയാണെങ്കിലും അയാൾ യുദ്ധത്തിന് പോവാണെന്ന് വെച്ചെങ്കിൽ അയാൾക്ക് ആ യുദ്ധത്തിന് ആവശ്യമാകുന്ന സാധനങ്ങൾ എന്ത് ചെയ്യാം, ഇസ്ലാമിനെ നിയമം പോകാൻ അയാൾക്ക് സക്കാത്ത് കൊടുക്കാം. വേറൊന്ന് യാത്രക്കാരൻ, മുസാഫിർ, അയാൾ ഹലാലായ യാത്രക്കാരനാണ്, അയാൾക്ക് യാത്രക്ക് പോകാൻ ആവശ്യമാകുന്ന സ്വത്തില്ലെങ്കിൽ അയാൾക്ക് കൊടുക്കുക. ഇതൊക്കെയാണ് അവകാശികളായിട്ടുള്ളത്. ഇനി പിന്നെ ഞാനത് കൂടുതൽ വിശദീകരിക്കില്ല, എല്ലാവരും പോണാൽ എനിക്കും ടൈമായി. 3 മണിക്കെങ്കിലും ഇവിടുന്ന് പുറപ്പെടുന്ന 2.5 മണിക്കൂറാണ് ഓടാനുള്ളത്. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും സംശയം ചോദിക്കാം. പിന്നെ കൊടുക്കേണ്ട നാട്ടിൽ തന്നെ കൊടുക്കേണ്ടി കച്ചവടം ഇവിടെ വെച്ചാൽ അവിടെയാണ് കച്ചവടത്തിന് സക്കാത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ കുറേ ഭാഗങ്ങൾ വിശദമായിട്ട് പറയേണ്ടതുണ്ട്. അത് ഞാനിപ്പോൾ തൽക്കാലം നിർത്തുകയാണ്. നിങ്ങൾക്ക് അത്യാവശ്യമുള്ളതുണ്ടെങ്കിൽ ചോദിക്കാം. അത് ഭക്ഷണത്തിന് ക്ഷാമം വരുന്ന സമയത്തിൽ ഭക്ഷ്യസാധനം പൂത്തിവെച്ച് വില കിട്ടിക്കുക. അല്ലെങ്കിൽ 3 ഷർത്തുകൾ പാലിക്കണം. അതിങ്ങനെ ഹറാമാല് നമ്മളെ സാധനം നമുക്ക് ഏത് വിലക്കും വിൽക്കാം, മറ്റോനനുസരിച്ച് വാങ്ങിയാൽ പോരെ. അങ്ങനെ ഹറാമാണ് വിഷയം. നമ്മൾ വിൽക്കുന്ന സാധനം മുതലിൽ തന്നെ ഒരു സംഖ്യ നിശ്ചയിക്കണമെന്നില്ല, ഷറയിൽ ഏത് വിലക്കും വിൽക്കാം. വാങ്ങുന്നവൻ അത് ആലോചിച്ചിട്ട് വാങ്ങണം മാത്രമേ ഉള്ളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. ഈ കൊള്ളലാഭം എന്നൊക്കെ നമ്മളെ നാട്ടിൽ പറച്ചിലാണെന്ന്. ഒരാളിന് കൊള്ളലാഭം എന്നോ മലയാളത്തിൽ എന്ത് പറഞ്ഞാലും ഷറയിൽ അത് അനുവദനീയാണ്. അനുവദനീയാകാത്ത ഇതിൽ മാത്രമേ ഉള്ളൂ, അല്ലാത്തടത്ത് പ്രശ്നമില്ല. ഇനി അതൊരു ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം. മതിയില്ലേ? ഇനി വിതരണം ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും മടുത്തു തുടങ്ങിയാണ്. വിതരണം ചെയ്യണത് പറഞ്ഞാലേ പിന്നെ നാട്ടിൽ കച്ചവടം, ഇപ്പോൾ കോഴിക്കോട്ടെ കച്ചവടം വെച്ചാൽ അതിന് സക്കാത്ത് കോഴിക്കോട് തന്നെ കൊടുക്കേണ്ടി. ഗൾഫിലെ കച്ചവടം വെച്ചാൽ അതിന് സക്കാത്ത് ഗൾഫ് തന്നെ കൊടുക്കേണ്ടത്. എവിടെയാണ് കച്ചവടം അവിടെയാണ് കച്ചവടത്തിന് സക്കാത്ത് കൊടുക്കേണ്ടത്. ഒരു ഉദാഹരണം പറയാൻ. അപ്പൊ ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ പ്രയാസിക്കാറ്, ചിലപ്പോൾ കോഴിക്കോട് കച്ചവടം ആൾക്ക് കോഴിക്കോട് കൊടുക്കാൻ പ്രയാസമാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ അഭിപ്രായം ഉണ്ട്, മറ്റു നാടുകളിലേക്ക് കൊടുക്കാന്നുള്ള ആ അഭിപ്രായം. അത്തരം സന്ദർഭങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റും.
ഞാൻ പറഞ്ഞില്ല, രണ്ടഭിപ്രായം ചിലപ്പോൾ പറയുന്നറിഞ്ഞല്ലോ. ആ അഭിപ്രായം അനുസരിച്ച് നമുക്ക് മറ്റു നാടുകളിലേക്ക് നീക്കം ചെയ്യാം. അതുപോലെ തന്നെ അവനവൻ്റെ നാട്ടിൽ കൊടുക്കൽ ചിലപ്പം പ്രയാസപ്പെടുന്നുണ്ടാവും. അതൊന്നാണ്. വേറൊന്ന് നിയ്യത്ത് വെക്കുന്നിടത്താണ്. വളരെ പ്രധാനപ്പെട്ട 2-3 പോയിന്റുകൾ വിതരണയിലാണ് പറയാം. നിയ്യത്ത് വെക്കുന്നിടത്തിപ്പോൾ ഗൾഫിലുള്ള മോനയിക്കാരം ഓനും പെണ്ണുങ്ങളും കച്ചവടമൊക്കെ ഉണ്ടാവും. ഓൻ്റെ പിതൃസക്കാത്ത് ഓൻ്റെ ബാപ്പയിക്കാരം ഇവിടെ കൊടുക്കണ്ടായ. ഓൻ്റെ ബാപ്പയാണ് ഇവിടെ കൊടുക്കണ വെച്ചെങ്കിൽ ഒന്ന് ഓൻ്റെ കാത്ത് അവിടെയാണ് കൊടുക്കേണ്ടത്. ഓൻ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഇനി ഓൻ്റെ ഓണ് കൊടുത്താൽ തന്നെ ഭാര്യയുടെ മക്കളൊക്കെ ഓനാണ് കൊടുക്കേണ്ടത്. ആ കൊടുക്കേണ്ടത് ഓൻ ഗൾഫിലുള്ളത്. അപ്പോൾ വാപ്പനോട് കൊടുക്കേണ്ടത് എന്നാൽ നിയ്യത്ത് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വാപ്പാനെ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ എൻ്റെ സക്കാത്തിൻ്റെ മൊത്തം കാര്യം ഏൽപ്പിച്ചു വരണം. സക്കാത്തൊക്കെ വാപ്പാട് വാരി കൊടുത്താൽ സക്കാത്ത് ശരിയാവില്ല. അത് കൊടുക്കേണ്ട ആൾ ഒന്നുകിൽ നിയ്യത്ത് വെക്കണം, അല്ലെങ്കിൽ നിയ്യത്ത് വെക്കാൻ മൂപ്പർ എന്ത് ചെയ്യണം, സമ്മതം കൊടുക്കണം കൊടുക്കേണ്ട ആൾ. അപ്പോൾ ഇവൻ്റെ ഭാര്യൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടി ഓനാ നിർബന്ധം, ഓൻ്റെ വാപ്പാക്കല്ല. അപ്പോൾ ആ വാപ്പക്ക് സമ്മതം കൊടുക്കണം, നിയ്യത്ത് വെച്ച് കൊടുക്കാല്ലേ, അപ്പോഴേ വാപ്പാക്ക് അത് കൊടുക്കാൻ പറ്റുള്ളൂ. അതെ, അതിൻ്റെ വക്കാലത്തന്നെ അത് വക്കാലത്തിൻ്റെ വക്കാലത്ത് ആക്കണം എന്നാണ് ഈ പറഞ്ഞത്. നിങ്ങൾ അറബി പറഞ്ഞു, ഞാൻ മലയാളത്തിൽ പറഞ്ഞെന്നുള്ളൂ. അതെ, അപ്പൊ റെഡി. നിയ്യത്ത് ചെയ്താ ഏൽപ്പിച്ചാന്ന് നിങ്ങൾ അറബി പറഞ്ഞാൽ നിയ്യത്ത് ചെയ്യാൻ വക്കാലത്താക്കാന്ന്. ഇപ്പൊ റെഡി. രണ്ടു ഒന്നല്ലേ ഇപ്പൊ പറയണേ. നിയ്യത്ത് ചെയ്യാൻ എല്ലാവർക്കും തിന്നോട്ടെ വിചാരിച്ചിട്ടാണ് അറബി വരാത്ത്. അത് പോരാ, ഒറ്റടിക്ക് നിങ്ങൾ ഏൽപ്പിച്ചു പറഞ്ഞാൽ പോരാ. ഒന്നുകിൽ നിയ്യത്ത് വെക്കാനും കൊടുക്കാനും മൊത്തം ഏൽപ്പിച്ചു എന്ന് പറയണം. നിയ്യത്ത് വെക്കൽ വേറെയാണ്, വാങ്ങൽ വേറെയാണ്, കൊടുക്കൽ വേറെയാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, സക്കാത്തിന്റെ മൊത്തം കാര്യം ഏൽപ്പിച്ചു എന്ന് പറയണം. സക്കാത്ത് കൊടുക്കാൻ നിങ്ങൾ ഏൽപ്പിച്ചു എന്ന് ഒറ്റ പറച്ചിൽ പറഞ്ഞാൽ പോരാന്നർത്ഥം. മനസ്സിലായില്ലേ? ഇന്ത്യവും ഞാൻ ഭാര്യയുടെ മക്കളതൊക്കെ കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് കൃത്യമായിട്ട് പറയണം. അപ്പൊ അത് സക്കാത്ത് അങ്ങനെ ഏൽപ്പിക്കാതെ അത് വാപ്പ കൊടുക്കല്, വാപ്പാട് കൊടുത്തോളൂ ഓർന്ന് വിളിച്ചറിഞ്ഞു. ഓള് പറഞ്ഞു വാപ്പ നിങ്ങളെ കൊടുക്കലെന്ന് പറഞ്ഞു. അത്ര പറഞ്ഞാൽ പോരാ. അതാണ് ഇപ്പൊ നടന്നുകൊടുക്കണേ വ്യാപകമായിട്ട്. അപ്പൊ ആ പോലെ വക്കാലത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, വക്കാലത്ത് വേണം. ആ വക്കാലത്തിന്റെ മലയാള രൂപം പറഞ്ഞെന്നുള്ളൂ ഞാൻ. പിന്നെ അതുപോലെ തന്നെ നാട്ടിന്റെ പുറത്ത് കൊടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ അഭിപ്രായം അനുസരിച്ചാണെന്ന് കരുതണം. അതുപോലെ കച്ചവടത്തിന്റെ പൈസന്റെ സക്കാത്തൊക്കെ അങ്ങനെ തന്നെയാണ്. സക്കാത്ത് ഇങ്ങനെ കണക്കൂട്ടി കൊടുക്കണേ മുമ്പ് എന്ത് ചെയ്യണം, നിയ്യത്ത് ചെയ്യണം. ആ 10 റുപ്യന്റെ സക്കാത്ത് 10 റുപ്യന്റെ കണക്കൂട്ടിയപ്പോൾ 10,000 രൂപ സക്കാത്ത് കൊടുക്കാണ്ട് 14 ഇങ്ങനെ കൊടുത്താൽ വരാം. ഇതിന്റെ കച്ചവടത്തിന്റെ സക്കാത്താവുന്നു, അല്ലെങ്കിൽ ഇതിന്റെ സക്കാത്താവുന്നു നിയ്യത്ത് വെക്കണം. ഫിത്ർ സക്കാത്ത് ആണെങ്കിലൊക്കെ അതൊന്ന് ശരിയാക്കിയതിന് ശേഷം ഇത് ഇന്ത്യ ഞാൻ ചെലവുകൾക്ക് നിർബന്ധമായ ആളുകളെയും ഫിത്ർ സക്കാത്താകുന്നു എന്ന് നിയ്യത്ത് വെക്കണം. അങ്ങനെ നിയ്യത്ത് വെച്ചിട്ട് പിന്നെ കൊടുക്കണം. അല്ലാതെ അളന്നാട് കൊടുത്താലും എന്താ പറയുക, സക്കാത്ത് കൂടില്ല എന്നർത്ഥം. എല്ലാത്തിനും വേണം നിയ്യത്ത്. അത്ര ഞാൻ ചുരുക്കി പറഞ്ഞാണ്. ചുരുക്കി പറയുമ്പോൾ കുറെ സംശയങ്ങൾ വരും. നേരത്തെ മറ്റേ പറഞ്ഞ പോലെ വിശദീകരിച്ച് പറയണമെങ്കിൽ ഞാൻ 1 മണിക്കൂർ വേണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.